ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അവറേജ് നോക്കാം. എന്താ ഡെഫിനിഷൻ പറയുന്നത്? എ സിംഗിൾ വാല്യൂ വിച്ച് ക്യാൻ റെപ്രസെന്റ് ദി ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ ഈസ് കാൾഡ് അവറേജ്. എന്താണ്? ഒരു സിംഗിൾ വാല്യൂ ആണ് ടോട്ടൽ എന്താണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? A single value which can represent the whole set of data is called average എന്ന് പറയാം. ഇനി if the averages tends to lies or indicate the center of the distribution is called measures of central tendency. അപ്പോൾ measures of central tendency എന്ന് പറയുന്നത് the average lies or indicate the center of the distribution of the measures of central tendency. അപ്പോൾ ഒരു average എവിടെ ലൈസ് ചെയ്യുന്നു? അല്ലെ, സെന്ററിൽ ആ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ വരുമ്പോൾ അതിന്റെ പേരാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് അവറേജ് അഥവാ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഈസിലി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെ, അത് സിംപ്ലി ആണ്, അതേപോലെ ഈസിലി ടു കാൽക്കുലേറ്റ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ നമുക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് അതിന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. Second one, it should be clear defined by the mathematical formula. അല്ലെ, അപ്പൊ അതൊരു ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാവും. Third one, it should not be affected by the extrema values. അല്ലെ, അപ്പൊ ഇത് എഫക്ട് ചെയ്യാത്ത വാല്യൂസ് ആവും. അതാണ് വരുന്നത് not affected by the extreme values എന്ന് പറയുന്നത്. It should be based on all observation. അല്ലെ, അപ്പൊ ഇത് എല്ലാ ഒബ്സർവേഷനെയും നമ്മൾ ആ എടുക്കുന്ന വേരിയബിൾസ് ഇപ്പൊ x1, x2, x3 അത് നമ്മൾ പറഞ്ഞതാണ് ഒബ്സർവേഷൻസ്. അപ്പൊ എല്ലാ ഒബ്സർവേഷനെയും അത് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യുന്നതാണ്. ഇനി ഫിഫ്ത് വൺ, ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്താണ്? ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സിക്സ്ത് വൺ, ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിൾ സ്റ്റെബിലിറ്റി. ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, അതായത് സ്ഥിരത ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി ടൈപ്സ് ഓഫ് അവറേജസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ അവറേജസ്, അതിൽ രണ്ടാമത്തത് പൊസിഷൻ അവറേജ്. അപ്പൊ രണ്ട് അവറേജസ് ആണുള്ളത്. എന്താണ്? മാത്തമാറ്റിക്കൽ അവറേജസും ഒന്ന് പൊസിഷൻ അവറേജസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ അവറേജസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അരിത്മെറ്റിക് മീൻ ആണ്, അതുപോലെ ജോമെട്രിക് മീൻ ആണ്, അതേപോലെ ഹാർമോണിക് മീൻ ആണ്. ഇനി അടുത്തത് എന്താണ്? പൊസിഷൻ അവറേജസ് ആണ്. ഈ പൊസിഷൻ അവറേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അതിൽ മീഡിയൻ ആണ്, സെക്കൻഡ് വൺ മോഡ് ആണ്. അപ്പൊ എന്താണ്? അവറേജസ് ആർ ഡിവൈഡഡ് ഇൻ ടു ടൈപ്പ്. ഒന്ന് മാത്തമാറ്റിക്കൽ അവറേജസ് ആൻഡ് പൊസിഷൻ അവറേജസ് ആണ്. ഈ മാത്തമാറ്റിക്കൽ അവറേജസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അരിത്മെറ്റിക് മീൻ ആണ്, ജോമെട്രിക് മീൻ ആണ്, ഹാർമോണിക് മീൻ. നമ്മൾ അരിത്മെറ്റിക് മീൻ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കാം? AM ആക്കി സൂചിപ്പിക്കാറുണ്ട്, ജോമെട്രിക് മീനെ GM ആക്കി സൂചിപ്പിക്കാറുണ്ട്, ഹാർമോണിക് മീനെ HM ആക്കി സൂചിപ്പിക്കാറുണ്ട്. മീഡിയൻ, മോഡ്, അത് ആരാണ്? പൊസിഷൻ അവറേജസ് ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ അവറേജസിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് അരിത്മെറ്റിക് മീൻ ആണ്. ഇനി അരിത്മെറ്റിക് മീനിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് അരിത്മെറ്റിക് ഡെഫിനിഷൻ പറയുന്നത്? The arithmetic mean, also called average in general sense, it most properly and widely used measures of central tendency. ഇപ്പോൾ arithmetic mean എന്നൂടെയും പറയാറുണ്ട്, averages എന്ന് പറയാറുണ്ട്. The arithmetic mean of a set of observation or score is obtained by dividing the sum of all the values by the total number of values. അപ്പോൾ arithmetic mean എന്ന് പറയുന്നതാണ് അല്ലെ, തന്ന എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യാം, ഡിവൈഡ് ചെയ്യുക. എത്ര ഒബ്സർവേഷൻ ഉണ്ടോ, നമ്പർ ഓഫ് അല്ലെ, ടോട്ടൽ ഒബ്സർവേഷൻ നോക്കുക, അതിനോട് ഡിവിഷൻ നടത്തുക എന്ന് പറയുന്നത്. നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു x1 ഉണ്ട്, ഒരു x2 ഉണ്ട്, x3 ഉണ്ട് വിചാരിക്കാം അല്ലെ. ഇവിടെ പറഞ്ഞ സം ഓഫ് ദി ആൾ ഒബ്സർവേഷൻ. അപ്പൊ എന്താ? x1 plus x2 plus x3 ഡിവൈഡഡ് ബൈ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്, 1, 2, 3 അല്ലെ, അതുകൊണ്ട് ഡിവിഷൻ നടത്താം. ഇതാണ് നമ്മൾ പറയുന്നത് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. In a classification and tabulation of data, we observed that the value of the variable or observation can put on in the form of any following statistical series, namely. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഡാറ്റ പ്രകാരം അതിന് വീണ്ടും എന്ത് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, സെക്കൻഡ് വൺ ഡിക്രീസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെയാണ് കാറ്റഗറി ആയിട്ട്? 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും, ഒന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും, തേർഡ് വൺ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. ഇനി ഇതിലെ ഫസ്റ്റ് വൺ ആയ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ എന്ത് പേര് വരുന്നത്? റോ ഡാറ്റ.
അപ്പൊ അൺഗ്രൂപ്പ് ഡാറ്റക്ക് എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയാറുണ്ട്. അതേപോലെ റോ ഡാറ്റയും പറയും. ഞാൻ പറയുന്നത് എന്താണ്, ദി ഫോളോയിങ് ടു മെത്തേഡ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഓഫ് ദി അൺഗ്രൂപ്പ് ഡാറ്റ. അപ്പൊ അൺഗ്രൂപ്പ് കാൽക്കുലേഷൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ് കൂടി ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡയറക്റ്റ് മെത്തേഡ്? ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത്, ഇഫ് ദി റെപ്രസെന്റേറ്റീവ് വാല്യൂസ് ഓഫ് n ഒബ്സർവേഷൻ ഫ്രം കോഡ് on a variable x are x1, x2, etc. xn, then the mean denoted by x bar defined by x bar equal to x1 plus x2 plus etc. xn all divided by n equal to ഈ 1 by നെക്ക് ഇത് ഈ x1 plus x2 plus etc. x നമുക്ക് എങ്ങനെയാണ് സമ്മേഷൻ ആക്കി എഴുതാം. സമ്മേഷൻ i equal to 1 to n xi. അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ n എന്ന് പറയാം അല്ലെ. അപ്പൊ ഒന്നുകൂടി സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ n അല്ലെ. അപ്പൊ തന്ന ഒബ്സർവേഷൻ മൊത്തം ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവിഷൻ നടത്തുക. അപ്പൊ ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി അരിത്മെറ്റിക് മീൻ ഓഫ് 12, 18, 14, 15, 16. അവിടെ തന്നിട്ടുള്ളതാണ് അൺഗ്രൂപ്പ് ഡാറ്റ അഥവാ റോ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ കാണാൻ വേണ്ടി ഇക്വേഷൻ എന്ത് ചെയ്യും, നമുക്ക് എക്സ് ബാർ ഈക്വൽ ടു അല്ലെ, ഫസ്റ്റ് 12 എടുത്ത് എഴുതുക, പ്ലസ് 18 എഴുതുക, പ്ലസ് 14 പ്ലസ് 15 പ്ലസ് 16 ഓൾ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്? 1, 2, 3, 4, 5 ആണ് അല്ലെ. അപ്പൊ 5 ഇനി ഈ 12 പ്ലസ് 18 പ്ലസ് 14 പ്ലസ് 15 പ്ലസ് 16 ആയിട്ട് 75 ആയി ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടി? 15 ആണ്. അപ്പൊ ഇതിന്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എത്രയുടെ വാല്യൂ വരുന്നത്? 15 ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് മാർക്ക് in max obtained by the 10 students in a class. Student number 1, 2, 3, 4, 5, 6, 7, 8, 9, 10. For 10 students തന്നിട്ടുണ്ട്. അതിന്റെ മാർക്കാണ് 15, 20, 25, 19, 12, 11, 13, 17, 18, 20 ആണ്. ഇനി അപ്പൊ ഇതിനെ ആദ്യം ടേബിളിലേക്ക് മാറ്റി വരച്ചു. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് മാറ്റി വരച്ചെന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ 1, 2, 3 എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്? n എത്രയാണ് ഇവിടെ? 10 ആണ്. അപ്പൊ n ഈക്വൽ ഇവിടെ എത്രയായി? 10 ആയി. ഇനി അടുത്തെന്താണ്? മാർക്കാണ് അല്ലെ. അപ്പൊ മാർക്ക് നമുക്കറിയാം എങ്ങനെ നമുക്ക് ഇക്വേഷൻ ചെയ്യുന്നു, എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ n ആണ് ഇക്വേഷൻ. ഇത് അരിത്മെറ്റിക് ആണല്ലേ. ഇവിടെ എന്താണ്? സമ്മേഷൻ എക്സ് ആണ്. ഈ സമ്മേഷൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 15 പ്ലസ് 20 പ്ലസ് 25 പ്ലസ് 19 പ്ലസ് 12 plus 11 plus 13 plus 17 plus 18 plus 20 ആഡ് എത്ര കിട്ടും? 170 കിട്ടും. അപ്പൊ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ 170 ബൈ n എത്രയാണ്? 10 ആണ്. അപ്പൊ 0 ക്യാൻസൽ ആയി. അപ്പൊ എത്രയായി? ഇവിടെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. അതിൽ സെക്കൻഡ് വൺ ഷോർട്ട് കട്ട് മെത്തേഡ്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർമുല ഇസ് ഗിവൺ ബൈ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഡി ബൈ n. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്മെറ്റിക് മീൻ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ ആണ്. ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്യൂംഡ് വാല്യൂ ആണ്. ഈ ഡി ഒക്കെ കാണാൻ എന്താ മാർഗം? എക്സ് മൈനസ് എ. നമുക്ക് എ എന്ന് പറയാൻ എന്താണ്? അസ്യൂംഡ് വാല്യൂ ആണ്. അവിടെ ദ വാല്യൂ ഓഫ് ദി ഈച്ച് വാല്യൂ വേരിയബിൾ ഫ്രം ദി അസ്യൂംഡ് മീൻ എ ആണ്. അപ്പൊ ഓരോന്നിനും എക്സിന്റെ എന്താണ് ഈ അസ്യൂംഡ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ സമ്മേഷൻ ഡി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡീവിയേഷൻ ആണ്. ഇനി ഇത് ബേസിലുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. First question, calculate the arithmetic mean of the following mark in maths obtained by 10 students. അല്ലെ, നമ്മൾ ഒരിക്കൽ ചെയ്തതാണ്, ഡയറക്റ്റ് മെത്തേഡ് ചെയ്തതാണ് അല്ലെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 1, 2, 3, 9, 10 വരെ. മാർക്കാണ് 15, 20, 25, 19, 12, 11, 13, 17, 18, 20 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയായിരുന്നു? എക്സ് ബാർ ഈക്വൽ സമ്മേഷൻ എക്സ് ബൈ അല്ലെ n ആണ് നമ്മൾ ഉപയോഗിച്ചത്. അവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? അവിടെ 17 ആണ് നമുക്ക് കണ്ടെത്തിയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഷോർട്ട് കട്ട് മെത്തേഡിലാണ്. അപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്കറിയാം ഇക്വേഷൻ എന്ത് ചെയ്യും നമ്മള് അല്ലെ, എക്സ് ബാർ ഈക്വൽ ടു എന്താണ്? എ പ്ലസ് സമ്മേഷൻ ഡി ബൈ n ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ എന്നൊക്കെ പറയാം. ഇനി ഇവിടെ അസ്യൂംഡ് മീൻ ചെയ്യുന്നത് ഞാൻ ഇതിന് സെൻട്രലായിട്ട് എടുക്കുകയാണ്. അപ്പൊ സെൻട്രൽ ആകുമ്പോൾ അല്ലെ 1 to 10 സെൻട്രൽ 12. അപ്പൊ ഞാൻ ഇവിടെ എ എത്ര എടുത്തിട്ടുണ്ട്? ഒരു 12 ആക്കി എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഈ കള്ളി ഇത് മാറ്റി വരച്ചു. അപ്പൊ ഇവിടെ അസ്യൂംഡ് വാല്യൂ അത് പറഞ്ഞാൽ എന്റെ വാല്യൂ എത്ര നമുക്ക് എടുത്തുകണേ? ഇവിടെ എന്താണ്? ഇവിടെ 12 ആക്കി എടുത്തു. ഓക്കെ, അതാണ് മാറ്റിയത്. ഇനി നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ n എത്ര വരും ഇവിടെ? നമുക്ക് 10 ആണ്.
ഈ ഡി നമുക്ക് കണ്ടെത്തണം. ഡി കണ്ടെത്താൻ മാർഗം എന്താ? എക്സ് മൈനസ് 12 ആണ്. എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് 15. ഇപ്പൊ എന്താണ് 15 - 12 സബ്ട്രാക്ട് ചെയ്യാം. എത്ര വരും? 15 12 സബ്ട്രാക്ട് ചെയ്താൽ വാല്യൂ 3 ആണ്. ഇനി അടുത്ത് 20 നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യാം? അസ്യൂംഡ് മീൻ വാല്യൂ സബ്ട്രാക്ട് ചെയ്യാൻ എത്രയാണ്? 12 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര? 8 ആവും. ഇനി അടുത്ത് 25 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യാൻ എത്രയായി? 13 ആയി. ഇനി 19 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യാൻ എത്രയായി? 7 ആയി. ഇനി 12 നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യും? 12 സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി. ഇനി 11 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1 ആയി. ഇനി 13 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായി? 1 ആയി. ഇനി 17 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യാൻ എത്ര വാല്യൂ വരിക? അല്ലെ 5 ആയി. ഇനി 18 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 ആയി. ഇനി 20 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്താൽ 8 ആയി. ഇനി അടുത്തെന്താ? ഇതിന്റെ സമ്മേഷൻ ആണ് അല്ലെ. അപ്പൊ സമ്മേഷൻ ഡി ഈക്വൽ അല്ലെ 3 + 8 + 13 + 7 + 0 -1 + 1 + 5 + 6 + 8 ആഡ് എത്ര കിട്ടി? 15 കിട്ടി. ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. ഇക്വേഷൻ എന്താണ്? അല്ലെ അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഡി ബൈ എന്താണ്? അല്ലെ n ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂംഡ് വാല്യൂ ആണ്, അത് 12 ആണ്. സമ്മേഷൻ ഡി കിട്ടിയത് 50 ആണ്, ഡിവൈഡ് ബൈ 10 ആണ്. അല്ലെ ഈ 0 0 വെട്ടിപ്പോയി. അപ്പൊ 12 + 5 ഈക്വൽ ടു 12 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് എന്തിന്റെ അരിത്മെറ്റിക് മീൻ കിട്ടി അല്ലെ. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും ഇവിടെ എത്ര മാർക്ക് കിട്ടിയത്? 17 തന്നെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കാണുന്ന രീതി. ഈ സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പറയുന്ന the following two methods are used for computing the arithmetic mean in discrete frequency distribution. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്, രണ്ടാമത്തെ ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയാണ്. അതിൽ ആദ്യത്തെ വണ്ണായ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ആണ് in discrete frequency distribution we multiply the value of the variable x by the representative frequency f and get the sum of the production summation fx ആണ്. അപ്പൊ ഇക്വേഷൻ പറയുന്നതാണ് അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ അല്ലെ. ഈ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു ഇവിടെ എന്താണ്? സമ്മേഷൻ എഫ് ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എന്താണ്? ഒബ്സർവേഷൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സം ആണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ ബേസിൽ ഒരു കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി arithmetic mean of the following data: daily earning and number of workers. ഇവിടെ 5 6 7 8 9 3 8 12 10 7 അല്ലെ. അപ്പൊ നമ്മൾ ഈ ഡെയിലി ഏണിംഗ് നമ്മൾ എക്സ് ആക്കി കൊടുത്തു, നമ്പർ ഓഫ് വർക്കേഴ്സിന് എന്തൊരു എഫ് വരും. അപ്പൊ കള്ളിയിലേക്ക് മാറ്റി. ഓക്കെ. അപ്പൊ ഇവിടെ 5 6 7 8 9 മാർക്ക് ചെയ്തു, 3 8 12 10 7 ആക്കി. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യണം. അപ്പൊ മൊത്തം ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എൻ ആണ് കൊടുക്കും അല്ലെ. അപ്പൊ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു സമ്മേഷൻ എഫ് ആണ്. അപ്പൊ 3 + 8 + 12 + 10 + 7 എന്ന് ആഡ് ചെയ്ത് റെഡി 14 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എഫ് എക്സ് ആണ്. അഥവാ 5 × 3 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 15 ആയി. ഇനി അടുത്തത് 6 × 8 മൾട്ടിപ്ലൈ എത്ര കിട്ടും? അല്ലെ 48 ആയി. അടുത്ത 7 × 12 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 84 ആയി. അടുത്ത് 8 × 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? 80 ആയി. അടുത്ത് 9 × 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 7 ഈക്വൽ ടു 63 ആയി. ഇത് മൊത്തം ആഡ് ചെയ്യാം. അപ്പൊ അതെന്ത് പറയുമ്പോൾ സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയാം. അപ്പൊ സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എത്ര ആഡ് ചെയ്താൽ 15 + 48 + 84 + 80 + 63 ആണ്. അപ്പൊ ആഡ് ചെയ്ത 290 കിട്ടി. അപ്പൊ അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു ഇക്വേഷൻ സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ അല്ലെ ക്യാപിറ്റൽ എൻ ആണ്. അപ്പൊ സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 290 ഡിവൈഡഡ് ബൈ 40 അല്ലെ. അപ്പൊ നമ്മൾ 0 0 ക്യാൻസൽ ആയി 29/4 ആയി. ഈ 29/4 എന്ന് പറഞ്ഞാൽ 7.25 ആണ് ഇതിന്റെ അരിത്മെറ്റിക് മീൻ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദി വേജ് പെയ്ഡ് ടു 125 workers in a factory. Calculate the arithmetic mean of the wages. Wage, number of workers 200, 210, 220, 230, 240, 250, 260. 5, 15, 32, 42, 15, 12, 4. അല്ലെ. അപ്പൊ വേജസ് എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. നമ്പർ ഓഫ് വർക്കേഴ്സിന് എന്താക്കി എടുക്കുക? എഫ് ആക്കി എടുക്കുക. അപ്പൊ കള്ളി മാറ്റി വരച്ചു. ഓക്കെ. ഇനി നമുക്ക് എഫ് കണ്ടെത്തണം.
അല്ല ക്യാപിറ്റൽ N കണ്ടത്. അപ്പൊ ഇതിനെ ആഡ് ചെയ്യാം. 5 + 15 + 32 + 42 + 15 + 12 + 4 അത് എത്രയായി 125 ആയി. ഇനി fx കണ്ടുപിടിക്കണം. അഥവാ എന്താണ് 200 × 5 മൾട്ടിപ്ലൈ അപ്പൊ എത്രയായി 1000 ആയി മാറി. ഇനി 210 × 15 210 എന്താണ് 15 മൾട്ടിപ്ലൈ എന്താവും 3150 ആയി. അടുത്താണ് 220 × 32 മൾട്ടിപ്ലൈ എന്താവും 7040 ആണ്. അടുത്ത 230 × 42 മൾട്ടിപ്ലൈ എന്താവും അല്ലെ 9660 ആണ്. അടുത്തത് 240 × 15 മൾട്ടിപ്ലൈ എന്താവും വലിയ വാല്യൂ അല്ലെ 3600. ഇനി അടുത്ത് 250 × 12 ഈക്വൽ ടു എത്രയായി അല്ലെ 300. അടുത്ത് 260 × 4 മൾട്ടിപ്ലൈ എന്താ 1040. എന്ത് ചെയ്യാം ഇതിനെ മൊത്തം ആഡ് ചെയ്യാം. അതാണ് നമ്മൾ സമ്മേഷൻ എഫ്. ആഡ് ചെയ്ത് എത്ര കിട്ടുക അല്ലെ 28490 ആണ്. ഇനി എന്ത് ചെയ്യാം മീൻ കണ്ടുപിടിക്കാം. മീൻ കാണുന്ന ഇക്വേഷൻ എന്താണ് അല്ലെ എക്സ് ബാർ ഈക്വൽ ടു അല്ലെ സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഈ സമ്മേഷൻ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 28490 ഡിവൈഡഡ് ബൈ സമ്മേഷൻ അല്ലെ എഫ് അല്ലെങ്കിൽ N എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയ നമുക്ക് അല്ലെ 125 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തിയ എത്ര കിട്ടിയ നമുക്ക് 227.92 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ മീൻ വാല്യൂ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഫോർ ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ ഈസ് 9.41. ഫൈൻഡ് ദി മിസ്സിംഗ് വാല്യൂ. എക്സ് 5 8 9 നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് 13. ഫ്രീക്വൻസി 8 20 30 25 17 ആണ്. ഇവിടെ നോക്കാം നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ് മിസ്സിംഗ് ആയ ഒരു വാല്യൂ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ മീന് എത്ര തന്നിട്ടുണ്ട് നമുക്ക് മീൻ ഈക്വൽ ടു 9.41 ആണ് അല്ലെ. അപ്പൊ ഇതിലൊരു മിസ്സിംഗ് ആയ ഒരു വേരിയബിൾ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ എന്തൊരു പേര് കൊടുത്തു എ എന്ന് പേര് കൊടുത്തു സ്മോൾ ലെറ്റർ എ അല്ലെ. അപ്പൊ ആദ്യം ഈ കള്ളിക്കിട്ട് മാറ്റി വരച്ചു അല്ലെ. ഫസ്റ്റ് എക്സ് എഫ് അല്ലെ. അവിടെ മിസ്സിംഗ് ആയ വേരിയബിൾ ഞാൻ കൊടുത്തത് എ ആണ്. അപ്പൊ എ കൊടുത്തു. ഓക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതിന്റെ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യാം. അത് നമ്മളെ ക്യാപിറ്റൽ N എത്ര കിട്ടും അല്ലെ 8 + 20 + 30 + 25 + 17 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 ആണ് ഫ്രീക്വൻസിന്റെ സമ്മ്. ഇനി അടുത്താണ് എഫ് എക്സ് ആണ്. അപ്പൊ എന്താണ് അല്ലെ 5 × 8 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയാണ് 5 × 8 പറഞ്ഞാൽ 14 ആണ്. ഇനി 8 × 20 എന്ന് പറഞ്ഞാൽ 160 ആണ്. ഇനി അടുത്ത് 9 × 30 എന്ന് പറയുമ്പോൾ എത്രയാണ് 270 ആണ്. അടുത്ത് a × 25 എന്ന് പറയുമ്പോൾ എത്രയാണ് 25a ആണ്. അടുത്ത് 13 × 17 എന്ന് പറയുമ്പോൾ എത്ര 221 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യാം. അപ്പൊ സമ്മേഷൻ ആഡ് ചെയ്യുമ്പോൾ എന്താ 40 + 160 + 270 + 221 ആഡ് ചെയ്യുമ്പോൾ എത്ര ആയി അല്ലെ 691 പ്ലസ് ഇതിവിടെ അറിയാം 25a കിട്ടി. നേരെ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വേഷൻ എന്താണ് അല്ലെ അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. അപ്പൊ എക്സ് മീൻ തന്നിട്ടുണ്ട് നമുക്ക് എത്ര വാല്യൂ 9.41 ആണ്. ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുന്നത് എത്ര 691 + 25a ഡിവൈഡഡ് ബൈ അല്ലെ 100 ആണ് ക്യാപിറ്റൽ N. ഈ 100 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും 9.41 × 100 ഈക്വൽ ടു എന്തായി 691 + 25a ആണ് അല്ലെ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 0 അപ്പൊ 941 ഈക്വൽ ടു 691 + 25a ആണ്. ഇനി ഇവിടെ 25a ഈക്വൽ ടു എന്താണ് 941 ഇതിന് കണ്ടുകൊണ്ടുമ്പോൾ -691 ആണ് ഈക്വൽ ടു എത്ര വരിക 250 ആയി. അപ്പൊ a ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 25 എത്രയാണ് 10 ആണ്. അപ്പൊ മിസ്സിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് വരുന്നത് അല്ലെ 10 ആണ് അവിടെ മിസ്സിംഗ് വാല്യൂ വരുന്നത്. ഇനി അടുത്ത ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ദി ഫോർമുല ഈസ് ഗിവൺ ബിലോ. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ഡിവൈഡഡ് ബൈ N. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് മീൻ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ് ആണ്. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ ആണ്. ഇനി ഡി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ദ ഡീവിയേഷൻ ഓഫ് ദി ഈച്ച് വാല്യൂ ഓഫ് ദി വേരിയബിൾ ഫ്രം ദി അസ്യൂംഡ് മീൻ എ. ഇനി സമ്മേഷൻ എഫ് ഡി എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഡീവിയേഷൻ. ഇനി ഇതൊരു ബേസിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Question: The following table gives the wage paid 125 workers in a factory. Calculate the arithmetic mean of the wage by using shortcut method. നമ്മൾ ഒരിക്കൽ ചെയ്തതാണ്. അത് ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്തു. ഇനി അത് ഷോർട്ട്കട്ട് മെത്തേഡ് ചെയ്യാം. ഇനി the wages are as 200 201 ton 220 230 240 250 260. Number of workers എന്ന് പറഞ്ഞാൽ 5 15 32 42 15
12 4 ആണ്. നമുക്ക് അവിടെ ആൻസർ എത്ര കിട്ടിയിരുന്നത്? 227.92 ആണ് കിട്ടിയത് അല്ലെ. അവിടെ മീൻ കാണുന്ന ഇക്വേഷൻ ആണ് എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ബൈ ക്യാപിറ്റൽ എൻ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ ആണ്. ഇനി അടുത്താണ് എ കണ്ടില്ല നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ എ അസ്യൂം ചെയ്യുന്നത് നമ്മുടെ എക്സ് വാല്യൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഞാൻ വേജസിനെയാണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നത്, നമ്പർ ഓഫ് വർക്കേഴ്സിന് ഫ്രീക്വൻസി കൊടുക്കുകയാണ്. അപ്പൊ അസ്യൂംഡ് പറഞ്ഞിട്ട് സെന്ററിൽ വരുന്നതാണ് 230 അല്ലെ. 230 ഞാൻ എടുത്തു എ ആക്കിയത്. ഈ ടേബിളിലേക്ക് മാറ്റി വെച്ചു. ഇവിടെ എ വാല്യൂ മാറ്റി കൊടുക്കുക, എന്താണ് എക്സ് മൈനസ് 230 ആണ്. ഇനി അടുത്ത് നമ്മൾ ഈ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്താണ് എത്ര ആഡ് ചെയ്തതിന് എത്ര നമുക്ക് കിട്ടുന്നത് അല്ലെ 125 ആണ് നമ്മുടെ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്ത്. അപ്പൊ n കിട്ടുന്നത് അല്ല ആരൊക്കെ തമ്മിൽ എക്സ് തമ്മിൽ എന്താണ് സബ്ട്രാക്ട്. അപ്പൊ 200 നിന്ന് ആര് സബ്ട്രാക്ട് ചെയ്യുക 230 സബ്ട്രാക്ട്. അപ്പൊ 200 മൈനസ് 230 ഈക്വൽ ടു എത്രയാണ് -30 ആണ്. അടുത്ത 210 മൈനസ് 230 എന്ന് പറയുമ്പോൾ എത്രയാണ് -20 ആണ്. അടുത്ത 220 മൈനസ് 230 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്ന വാല്യൂ -10 ആണ്. ഇനി അടുത്ത് 230 മൈനസ് 230 എന്ന് പറയുമ്പോൾ എത്രയാണ് 0 ആണ്. അടുത്ത 240 മൈനസ് 230 എന്ന് പറയുമ്പോൾ എത്രയാണ് 10 ആണ്. അടുത്ത 250 മൈനസ് 230 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 20 ആയി. ഇനി അടുത്ത 260 മൈനസ് 230 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായി 30 കിട്ടി. ഇനി അടുത്ത എഫ് ഇൻറ്റു ഡി ആണ്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇനി ഡി എന്ന് പറഞ്ഞാൽ -30. അപ്പൊ 5 ഇൻറ്റു -30 ഈക്വൽ ടു അല്ലെ 150 ആണ്. അടുത്ത് 15 ഇൻറ്റു -20 എന്ന് പറയുമ്പോൾ -300 ആയി. അടുത്ത് 32 ഇൻറ്റു -10 എന്ന് പറഞ്ഞാൽ -320 ആണ്. ഇനി 42 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. അടുത്ത് 15 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 150 ആണ്. അടുത്ത് 12 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് നമുക്ക് അല്ലെ 240 ആണ്. അടുത്ത് 4 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ എത്രയാണ് 120 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യുക, സമ്മേഷൻ എഫ് ഡി ആണ്. അപ്പൊ സമ്മേഷൻ എഫ് ഡി എത്ര ടോട്ടൽ ആഡ് ചെയ്തിട്ട് -260 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ എന്താ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇനി എ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നമുക്ക് വാല്യൂ കിട്ടിയത് 230 ആണ്. പ്ലസ് സമ്മേഷൻ എഫ് ഡി എന്ന് പറഞ്ഞാൽ -260 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 125 ആണ്. ഈക്വൽ ടു 230. ഇത് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര വരിക 2.08 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര 227.92. അപ്പൊ ആദ്യം കിട്ടിയ അതേ വാല്യൂ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് മെത്തേഡിലും കണ്ടെത്തിയത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇനി അടുത്ത മൂന്നാമത്തത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻ ദി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ the procedure of the computing the arithmetic mean is the same case of the discrete frequency distribution. അപ്പോൾ സെയിം രീതി തന്നെയാണ് ആര് കണ്ടുപിടിക്കുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. The only difference is the continuous frequency distribution of the frequency within each class are assumed to be distributed uniformly over the range. ഇവിടെ എന്താ പറയുന്നത് അല്ലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് സെയിം ആസ് ദി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ സെയിം രീതി തന്നെയാണ്. അപ്പൊ അവിടെ ഇക്വേഷൻ എന്ത് ചെയ്യും നമുക്ക് എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. അത് തന്നെ ഇക്വേഷൻ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത്. ഇവിടെ ആകെ വ്യത്യാസമുള്ളൂ, ഇവിടെ നമ്മൾ എക്സിന് സ്റ്റാൻഡേർഡ് ആദ്യം തന്നിട്ടുണ്ടാവുക ക്ലാസുകൾ ആയിട്ടാണ് നമ്മൾ തന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 0 to 10 ആണ്, 10 to 20 ആണ്, 20 to 30 ഇങ്ങനെ രീതിയിൽ നമുക്ക് പോകുന്നത് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ സെയിം ആണ്, ആർ ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ബൈ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡും അവരൊക്കെ എന്താണ് സെയിം ആണ്. ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണ് എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ആണ്. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ ആണ്. അപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡും അങ്ങനെ സാധാരണ ഇക്വേഷനും എന്താണ് ഒരേ രീതി. അപ്പൊ ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. ഏതാണ് ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് ആണ്, ഇതെന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് നോക്കുക. അപ്പൊ ഇത് ബേസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ക്ലാസ് ഫ്രീക്വൻസി. ഈ ക്ലാസ്സിൽ 0 to 4, 4 to 8, 8 to 12, 12 to 16, ഫ്രീക്വൻസി 1, 4, 3, 12. അപ്പൊ ഈ ടേബിൾ ഇവിടെ മാറ്റി വരച്ചു. ഇവിടെ ക്ലാസ് ആണ് 0 to 4 അടയപ്പെടുത്തി 4 to 8, 8 to 12, 12 to 16 ആക്കി. ഈ ഫ്രീക്വൻസി അവിടെ എഫ് എന്ന് പേര് കൊടുത്തു 1, 4, 3, 2 അല്ലെ. നമുക്ക് സമ്മേഷൻ എഫ് കണ്ടുപിടിക്കണം. ഫ്രീക്വൻസിന്റെ മൊത്തം ആഡ് ചെയ്യുക, നമുക്ക് ക്യാപിറ്റൽ അവിടെ ടോട്ടൽ ആയിട്ട് 1 + 4 + 3 + 2 ആഡ് ചെയ്തത്
10 ആണ്. അപ്പൊ ഫ്രീക്വൻസി കിട്ടി. ഇനി ഇവിടെ മിഡ് എക്സ് ഉണ്ട് അല്ല, മിഡ് എക്സ് നമുക്ക് മിഡ് വാല്യൂ നമുക്ക് കാണാം. ഒരു ക്ലാസിന്റെ മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഏതൊക്കെ 4 + 0/2 ആഡ് ചെയ്യുക. എത്രയായി? 4/2. എത്ര കിട്ടുക? 2 കിട്ടി. ഇനി അടുത്തതാണ് അല്ലെ 8 + 4/2 = 12/2 = എത്രയാണ്? 6 കിട്ടി. അടുത്ത 12 + 8/2 അല്ലെ, 12 + 8/2 എന്ന് പറയുമ്പോൾ 20/2 എന്നാണ്. എത്രയാണ്? 10 കിട്ടി. ഇനി അടുത്താണ് 12 + 16 അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ 16 + 12 ചെയ്യാം. ഇവിടെ എന്താണ്? 16 + 12 / 2 ആക്കി. 28/2 = 14 ആയി. ഇനി അപ്പൊ നമുക്ക് മിഡ് എക്സ് കണ്ടെത്തി. അപ്പൊ ഇതാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞത്, എഫ് ആണ് ഇത്. അപ്പൊ ഇവിടെ എഫ് എക്സ് ഉണ്ട്. അപ്പൊ 1 × 2 മൾട്ടിപ്ലൈ. അപ്പൊ 1 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. ഇനി 4 × 6 എന്ന് പറഞ്ഞാൽ എത്ര? 24 ആയി. ഇനി 3 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആയി. ഇനി 2 × 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ആയി. അപ്പൊ ഇതാണ് നമ്മുടെ എഫ് എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിന്റെ അഡീഷൻ നടത്തുക അല്ലെ, സം ആണ്. ഇപ്പൊ 2 + 24 + 30 + 28 ആഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ സമ്മേഷൻ എഫ് എക്സ് എന്നാണ്. അപ്പൊ ആഡ് എത്ര കിട്ടി? 84 കിട്ടി. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, എക്സ് ബാർ ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. സമ്മേഷൻ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 84 ആണ്, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ എത്ര വാല്യൂ? 8.4 ആണ് ഇതിന്റെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവൽ വന്നാലും കണ്ടെത്തേണ്ടത്. അപ്പൊ ക്ലാസ് ഇന്റർവൽ തരുമ്പോൾ ആദ്യം എന്താ? ഇതിന്റെ മിഡ് വാല്യൂ നമ്മൾ കണ്ടെത്തുക. അതായിരിക്കും നമ്മുടെ എക്സ് വാല്യൂ. അത് ഫ്രീക്വൻസിയുമായി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൊത്തം ആഡ് ചെയ്യുക. അതാണ് സമ്മേഷൻ എഫ് എക്സ്. ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്താണ് ക്യാപിറ്റൽ എൻ. എന്നിട്ടാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി 20 to 25, 25 to 30, 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55. ഈ ഫ്രീക്വൻസി 8, 10, 12, 20, 11, 4, 5 ആണ്. അപ്പൊ ആദ്യം നമ്മൾ കള്ളി വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ക്ലാസ് ആണ് 20 to 25 മുതൽ 50 to 55 വരെ എഴുതി. ഫ്രീക്വൻസിയുടെ എഫ് എന്ന് കൊടുത്തു, 8, 10, 12, 20, 11, 4, 5 അല്ലെ. അപ്പൊ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ആഡ് ചെയ്ത് എത്ര? 70 വരും അല്ലെ. 8 + 10 + 12 + 20 + 11 + 4 + 5 ആഡ് ചെയ്ത് 70 ആയി. ഇതിന് മിഡ് എക്സ് കണ്ടുപിടിക്കണം. അഥവാ 20 + 25/2 അല്ലെ, 20 + 25/2 ആഡ് ചെയ്ത് നമുക്ക് 22.5 കിട്ടും. ഓക്കെ, അതേപോലെ 25 + 30/2 ആഡ് ചെയ്യാം. അപ്പൊ കിട്ടും 27.5 കിട്ടും. അതേപോലെ 30 + 35/2 ചെയ്ത് കിട്ടും അല്ലെ, 32.5 ആയി. അടുത്ത് 35 + 40/2 ചെയ്ത് കിട്ടും 37.5 ആയി. അടുത്ത് 40 + 45/2 എന്ന് പറഞ്ഞാൽ 42.5 ആയി. അടുത്ത് 45 + 50/2 ചെയ്ത് കിട്ടും 47.5 ആയി. അടുത്ത് 50 + 55/2 ചെയ്ത് എത്ര വരിക അല്ലെ, 52.5 കിട്ടി. അപ്പൊ എക്സ് വാല്യൂസ് കിട്ടി. ഇനി അടുത്ത എന്താണ് അല്ലെ, എഫ് എക്സ് ആണ്. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ 8 ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 22.5 ആണ് അല്ലെ. അപ്പൊ എന്താ 8 × 22.5 മൾട്ടിപ്ലൈ എത്ര ആയി അല്ലെ, 180 ആയി. അടുത്ത 10 × 27.5 എന്ന് പറഞ്ഞാൽ 275 ആയി. അടുത്ത 12 × 32.5 മൾട്ടിപ്ലൈ 390 ആയി. അടുത്ത 20 × 37.5 എന്ന് പറയുമ്പോൾ 750 ആയി. അടുത്ത 11 × 42.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 467.5 കിട്ടും. അടുത്ത 4 × 47.5 എന്ന് പറയുമ്പോൾ 190. അടുത്ത 5 × 52.5 എന്ന് പറയുമ്പോൾ 262.5 കിട്ടും. ഇത് മൊത്തം ആഡ് ചെയ്യുക. അതാണ് നമ്മൾ സമ്മേഷൻ എഫ് എക്സ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര ടോട്ടൽ കിട്ടുക അല്ലെ, 2515 കിട്ടി അല്ലെ. അപ്പൊ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. ഇക്വേഷൻ എന്താണ് അല്ലെ, എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഈ അല്ലെ സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുമ്പോൾ 2515 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എത്ര 70 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തിക്കുന്നത് 35.93 ആണ് ഇതിന്റെ അരിത്മെറ്റിക് മീൻ വരുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ യൂസിങ് ദി ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ ഇത് ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്യാൻ പാടിട്ടുള്ളത്. ഈ ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ്സിൽ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഈ ഫ്രീക്വൻസി 3, 12, 20, 10, 5 ആണ്.
നമുക്കറിയാം ഷോർട്ട് കട്ട് മെത്തേഡിലുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഇവിടെ നമുക്ക് അസ്യൂംഡ് വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഇവിടെ അസ്യൂംഡ് വാല്യൂ കണ്ടെത്താൻ നമ്മൾ എക്സ് വാല്യൂസ് നമ്മൾ അസ്യൂംഡ് വാല്യൂ തരാം. ഇവിടെ തന്നിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റുകൾ കണ്ടെത്തിന് ശേഷം നമുക്ക് ഇതിന്റെ അസ്യൂംഡ് വാല്യൂ കണ്ടെത്താം. അപ്പൊ ആദ്യം ടേബിളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം ടേബിൾ വരച്ചു അല്ലെ, ക്ലാസ് എഴുതി, ഫ്രീക്വൻസി എഴുതി. അപ്പൊ ഫസ്റ്റ് ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യാം അല്ലെ, 3 + 12 + 20 + 10 + 5 ആഡ് ചെയ്ത് എത്ര നമുക്ക് എന്നിട്ട് എത്ര 50 ആണ്. അതാണ് നമ്മൾ സമ്മേഷൻ എഫ് എന്ന് പറയുന്നത്. ഇതിന്റെ മിഡ് എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ, മിഡ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, 0 + 10/2 എന്നാണ് എത്ര കിട്ടും അല്ലെ, 5 കിട്ടും. അടുത്ത 10 + 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 കിട്ടും. അടുത്ത 20 + 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 കിട്ടും. അടുത്ത 30 + 40/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 35 കിട്ടും. അടുത്ത 40 + 50/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 45 കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വാല്യൂ കണ്ടെത്തിയാൽ മതി. ഇതിന്റെ ക്ലാസ് ഇന്റർവെലിന്റെ ലെങ്ത് നോക്കുക അല്ലെ, 10 - 0 10 ആണ്. എന്നിട്ട് അടുത്ത കിട്ടുകയാണെങ്കിൽ 10 ആഡ് ചെയ്താൽ 10 + 5 പറഞ്ഞാൽ 15 ആയി. 15 കൂടി 10 ആഡ് ചെയ്താൽ 25 അല്ലെ. അതേ രീതി തന്നെ അടുത്ത് 25 കൂടി 10 ആഡ് ചെയ്താൽ 35, 35 കൂടി 10 ആഡ് ചെയ്താൽ 45. ഇത് ഈ രീതിയിൽ ചെയ്ത് പോകാനും പറ്റും. പക്ഷെ അത് ഈക്വൽ ക്ലാസ് ഇന്റർവെൽ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. അപ്പൊ ഈക്വൽ ക്ലാസ് ഇന്റർവെൽ ആകുമ്പോഴാണ് നമ്മൾ ആ ആഡ് ചെയ്ത് എങ്ങനെ പോയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം അല്ലെ, നമ്മുടെ അസ്യൂംഡ് വാല്യൂ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഞാൻ അസ്യൂംഡ് വാല്യൂ നമ്മൾ ഞാൻ എടുക്കുന്നത് ഇവിടെ ഏതാണ് വാല്യൂ, 25 ആണ് അല്ലെ. ഒരു മിഡിൽ ആയിട്ട് വരുന്നത് 25. അപ്പോൾ ഞാൻ എക്സ് മൈനസ് 25 ആക്കി എടുത്തു. എന്ത് ചെയ്യാം, ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആരാ, 5 ആണ്. അപ്പൊ 5ൽ നിന്ന് 25 സബ്ട്രാക്ട് എന്ന് പറയുന്നത് -20 ആയി. ഇനി അടുത്തതാണ് അല്ലെ, എക്സ് വാല്യൂ 15 ആണ്. 15 25 കുറച്ച് സബ്ട്രാക്ട് ചെയ്താൽ -10 ആയി. അടുത്ത 25 നിന്ന് 25 സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി. ഇനി 35 നിന്ന് 25 സബ്ട്രാക്ട് ചെയ്താൽ 10 ആയി. അടുത്ത് 45 നിന്ന് 25 സബ്ട്രാക്ട് ചെയ്താൽ 20 ആയി. ഇനി അടുത്താണ് എഫ് ഡി ആണ് അല്ലെ. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്, ഡി എന്ന് പറഞ്ഞാൽ -20. അപ്പൊ 3 × -20 എന്ന് പറയുന്നത് -60 ആയി. ഇനി അടുത്തതാണ് 12 × -10 ആയിരുന്നത് -120 ആയി. ഈ 20 × 0 എന്ന് പറഞ്ഞാൽ എത്ര, 0 ആയി. ഈ 10 × 10 എന്ന് പറഞ്ഞാൽ എന്തായി, 100 ആയി. ഇനി എന്താണ് 5 × 20 എന്ന് പറയുമ്പോൾ എന്തായി, 100 ആയി. ഇത് മൊത്തം ആഡ് ചെയ്യാൻ നമ്മൾ സമ്മേഷൻ എഫ് ഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സമ്മേഷൻ എഫ് ഡി എന്ന് പറഞ്ഞാൽ -60 -120 ആയിരുന്നത് -180 ആയി. ഇവിടെ 100 + 100 എന്ന് പറഞ്ഞാൽ 200. അപ്പൊ അതിന് സബ്ട്രാക്ട് എത്ര വാല്യൂ വരുള്ളൂ, നമുക്ക് 20 വരും. ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ബൈ ക്യാപിറ്റൽ എൻ. എ എന്ന് പറയുമ്പോൾ എന്തെടുത്തത് അല്ലെ, 25 ആണ്. സമ്മേഷൻ എഫ് ഡി എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടിയത്, 20 ആണ്. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്ര, നമുക്ക് 50 ആണ്. ഈക്വൽ ടു 25 + 2/5 ആയി. ഇനി 2/5ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 0.4 ആണ്. അപ്പൊ രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25.4 ആണ് ഇതിന്റെ അരിത്തമെറ്റിക് മീൻ വരുന്നത്. ഇനി ഇതിനെ വേറെ രീതിയിൽ ചെയ്യാം. എങ്ങനെ വെച്ചാൽ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആക്കാം അല്ലെ. അഥവാ ക്ലാസ്സിലുള്ള മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഡി ഈക്വൽ ടു എങ്ങനെ എടുക്കണം, എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എന്താക്കി എടുക്കണം, ഒരു സി ആക്കി എടുക്കണം. ഇവിടെ ആകെ ബന്ധത്ത് ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ മാത്രം എടുത്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ എക്സ് മൈനസ് എ ബൈ സി ചെയ്യണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് മാറ്റം വരും. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ബൈ എൻ ഇൻറ്റു എന്തായി, ആ സി ഇവിടെ ഡിവിഷൻ നടത്തിയതുകൊണ്ട് ആ സി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ സി എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ ആണ്. ഇവിടെ ക്ലാസ് ഇന്റർവെൽ ആണ് 10 - 0 ആണ്, അത്ര 10 ആണ്. 20 - 10 എന്നാണ്, അവിടെ 10 ആണ്. അപ്പൊ ക്ലാസ് ഇന്റർവെൽ 10 ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ -20/10 ആകുമ്പോൾ -2 ആയി അല്ലെ. അതിവിടെ -10/10 ആകുമ്പോൾ -1. അപ്പൊ ഇവിടെ വാല്യൂസ് ഒക്കെ ചെറിയ നമ്പേഴ്സ് വരും. ഇവിടെ വരിക -2 ആവും, ഇവിടെ -1 ആവും, ഇവിടെ 1 ആവും, ഇവിടെ 2 ആവും. അപ്പൊ ചെറിയ നമ്പേഴ്സ് ആണ് വരുന്നത്. അവിടെ 0 കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളൂ, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസാനം സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിക്കാം അല്ലെ. ഇവിടെ സി കൊണ്ട് ഡിവിഷൻ നടത്തി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നുപോയാൽ നമുക്ക് തെറ്റ് വരും. അപ്പൊ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്ത് അരിത്തമെറ്റിക് മീൻ ഓഫ് കമ്പൈൻഡ് ഗ്രൂപ്പ് ആണ്. എന്താ പറയുന്നത്, ഇഫ് n1 observation have an arithmetic mean x1 bar and n2 observation have an arithmetic mean x2 bar, then arithmetic mean of the combined group of n1 plus n2 observation given by x bar equal to n1 into x1 bar plus n2 into x2 bar
all divided by n1 plus n2 ആണ്. ഇനി ഇത് പറയുന്നത് അരിത്മെറ്റിക് മീൻ ആണ്. n1 ആ ഭാഗത്ത് ഉണ്ടാവുന്ന അരിത്മെറ്റിക് മീൻ ആണ്, അതേപോലെ n2 അരിത്മെറ്റിക് മീൻ ആണ്. ഇതേ പ്രൊസീജിയർ നമുക്ക് എങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പോകാം. ഒരു x3 അല്ലെങ്കിൽ n3 കൂടി ഉണ്ടെങ്കിൽ വിചാരിക്കും. ഇവിടെ n3 into x3 bar by എന്താവും പ്ലസ് n3 ആണ്. ആ ഇക്വേഷൻ ഇവിടെ 4 ആണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ പോകും. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊരു ജനറലൈസ് ആയിട്ടും പറയാം. ഇവിടെ 2 വേരിയബിൾ ആയിട്ട് പറഞ്ഞുള്ളൂ, അതിനെ ജനറലൈസ് പറയാം. ഇനി ഇത് ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. 3 samples says 45, 40 and 65 have means 2, 2.5 and 2 respectively were the combined. Find the mean of the combined group. ഇവിടെ 3 വേരിയബിൾസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ ആണ് x bar equal to n1 into x1 bar plus n2 into x2 bar plus n3 into x3 bar divided by n1 plus n2 plus n3 ആണ്. ഇനി ഇവിടെ n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ വരുന്നത് 45 ആണ്, n2 എന്ന് പറഞ്ഞാൽ ഇവിടെ 40 ആണ്, n3 എന്ന് പറഞ്ഞാൽ 65 ആണ്. ഇനി x1 bar എന്ന് പറഞ്ഞാൽ 2 ആണ്, അതുപോലെ x2 bar എന്ന് പറഞ്ഞാൽ 2.5 ആണ്, x3 bar എന്ന് പറഞ്ഞാൽ 2 ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ x bar equal to n1 into x1 bar plus n2 into x2 bar plus n3 into x3 bar divided by എന്താണ് n1 plus n2 plus n3 ആണ്. ഈ n1 നമുക്കറിയാം 45 ആണ് അല്ലെ, x1 bar എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി അടുത്തെന്താണ് n2 എന്ന് പറഞ്ഞാൽ 40 ആണ്, x2 bar എന്ന് പറഞ്ഞാൽ 2.5 ആണ്, n3 എന്ന് പറഞ്ഞാൽ 65 ആണ്, x3 bar എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡഡ് ബൈ എന്താണ് 45 പ്ലസ് 40 പ്ലസ് 65 ആണ്. ഇനി 45 into 2 എന്ന് പറഞ്ഞാൽ 90 ആണ്, 40 into 2.5 എന്ന് പറഞ്ഞാൽ 100 ആണ്, 65 into 2 എന്ന് പറഞ്ഞാൽ 130 ആണ്, ഡിവൈഡഡ് ബൈ 45 പ്ലസ് 40 പ്ലസ് 65 അല്ലെ. 90 പ്ലസ് 100 പ്ലസ് 130 ആഡ് ചെയ്താൽ 320 ആണ്, 45 പ്ലസ് 40 പ്ലസ് 65 ആണ് 150 ആണ്. ഈക്വൽ ടു എത്ര വാല്യൂ വരെ ഡിവിഷൻ നടത്തിയാൽ 2.33 ആണ്. അതാണ് ഇതിന്റെ കമ്പൈൻഡ് മീൻ വരുന്നത്. ഇനി അടുത്ത മെറിറ്റ് ഓഫ് അരിത്മെറ്റിക് മീൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റ് അല്ലെ. എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ആകെ ഇക്വേഷൻ ഉള്ള എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. അത് നമ്മൾ റോ ഡാറ്റയിൽ അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ അല്ലെങ്കിൽ എന്താ സമ്മേഷൻ എഫ് ഡി ബൈ എൻ പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ ഈസിലി സിമ്പിൾ ആണ്. ഇനി അടുത്ത കാൽക്കുലേഷൻ ഇസ് ബേസ്ഡ് ഓൺ ആൾ ഒബ്സർവേഷൻ അല്ലെ, എല്ലാ ഒബ്സർവേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് ഈസ് ഈസിലി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഇനി അതാണ് റാൻഡ്ലി ഡിഫൈൻഡ് ബൈ ദി മാത്തമെറ്റിക്കൽ ഫോർമുല. ഇത് സിമ്പിൾ ആയ ഒരു മാത്തമെറ്റിക്കൽ ഫോർമുലയാണ്. ഇറ്റ് ലീസ്റ്റ് ഇഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് അല്ലെ. ഇത് ചെറിയ ഇഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാത്തിനെയും എന്താണ് സ്മാൾ ഇഫക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനെ. ഇനി അടുത്തത് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെഷർ ടു കമ്പയർ 2 or more സീരീസ് ഓഫ് ഡാറ്റ അല്ലെ. 2-3 ഡാറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ് അരിത്മെറ്റിക് മീൻ ആണ്. ഇനി അടുത്ത 7th വൺ ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ എനി പൊസിഷൻ അല്ലെ. ഒരു എത്രാമത്തെ ആണെന്ന് പറഞ്ഞ പൊസിഷനുമായിട്ട് ഒന്നും പറയുന്നില്ല അല്ലെ, ഡിപെൻഡ് അപ്പോൺ എനി പൊസിഷൻ. ഇനി അടുത്ത ലിമിറ്റേഷൻ ഓഫ് ദി അരിത്മെറ്റിക് മീൻ ആണ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദി എക്സ്ട്രീം വാല്യൂ. എല്ലാ വാല്യൂസും അഫക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഗിവ് മിസ്ലീഡിംഗ് ദി കൺക്ലൂഷൻ അല്ലെ. നമുക്ക് കൺക്ലൂഷൻ ആണെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ പറ്റും. It may not be represented the actual data or the theoretical അല്ലെ. ഇത് ഓൺലി തിയറിറ്റിക്കൽ ആണ് പറ്റുന്നുള്ളൂ. It cannot be calculated if all observations are not unknown. It is cannot be used for qualitative data that is love, beauty and honesty അല്ലെ. ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ അരിത്മെറ്റിക് മീൻ ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഓൺലി എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അഥവാ നമ്പേഴ്സിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 6th one cannot be calculated open-end classes. It cannot be located graphically. ഇത് എവിടെയാണ് ഗ്രാഫിക്കലി നമുക്ക് ലൊക്കേറ്റ് അല്ലെ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ. എന്താ പറയുന്നത്, the weighted mean are obtained by taking to the account of weights each value multiplied by the weight and total divided by the total weight of get the weighted mean. ഒന്നുമില്ല, സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെയാണ് എഫ് എക്സ് അല്ലെ, സമ്മേഷൻ എഫ് എക്സ് ബൈ എന്താണ് സമ്മേഷൻ എൻ. അപ്പോൾ എന്താണ് ഇവിടെ ആ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് മാത്രമല്ല, എമൗണ്ട് ഓഫ് വെയിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇക്വേഷൻ പറയുന്നത് എന്താണ് അല്ലെ, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു സമ്മേഷൻ ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു ആണ്. എക്സ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് അരിത്മെറ്റിക്, എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദി ഐറ്റ് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നതാണ് വെയിറ്റ് ഓഫ് ദി ഐറ്റ് ആണ്. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഒരു വെയിറ്റ് ആണ്, അതിന് തന്ന എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സാധാരണ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ
സമ്മേഷൻ എഫ് ആയിരുന്നു. ആ എഫിലെടുത്ത് എന്താണ് അവിടെ വെയിറ്റ് ആയി എന്നുള്ളത്. ഇവിടെ ഫ്രീക്വൻസി മാറി അല്ലെ, ആവൃത്തി മാറി, അവിടെ എന്തായി മാറി, വെയിറ്റ് ആയി മാറി എന്നുള്ളൂ. അത്ര വ്യത്യാസമേ ഉള്ളൂ ഏത് വെയിറ്റഡ് അരിത്മെറ്റിക്കിൽ വരുന്നത്. ഇതിന്റെ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the weighted price mean by the weighting the each price by the quantity assumed for the data given the table. Food items ആണ്, ഈ quantity of consumed ആണ്, price ആണ്. ഈ flour, ghee, sugar, oil ആണ്. ഈ corresponding ആയിട്ടുള്ള quantity എന്ന് പറയുന്നത് 500 kilogram, 20 kilogram, 30 kilogram, 40 ആണ്. Price 14, 240, 30, 60 ആണ്. അത് ഈ ടേബിളിൽ ഇത് മാറ്റി വരച്ചു. ഇവിടെ ഫുഡ് ഐറ്റം ആണ്, ക്വാണ്ടിറ്റി ഓഫ് അസ്യൂംഡ്, അതിന് നമ്മൾ W എന്ന് പേര് കൊടുത്തു. ഈ പ്രൈസിന് എന്ത് കൊടുത്തു, എക്സ് കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഇതിന്റെ സമ്മ് കാണും അല്ലെ. അപ്പൊ എന്താണ് ഫ്രീക്വൻസി നമ്മൾ സമ്മ് കാണുന്ന പോലെ ഇതിനെ സമ്മ് കാണും. അപ്പൊ 500 + 20 + 30 + 40 എന്ന് ആഡ് എത്രയായി അല്ലെ, 590. ഇനി ഇവിടെ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 40, 240, 30, 60. ഇനി അടുത്തെന്താണ് FX ചെയ്യുന്ന പോലെ ഇവിടെ WX ആണ്. അപ്പൊ എന്താവും 500 × 14 മൾട്ടിപ്ലൈ 700 ആണ്. അടുത്ത് 20 × 240 മൾട്ടിപ്ലൈ 4800 ആണ്. 30 × 30 മൾട്ടിപ്ലൈ 900 ആണ്. 40 × 60 എന്ന് പറയുമ്പോൾ 2400 ആണ്. ഇതിനെ മൊത്തം സമ്മ് കാണാം. അപ്പൊ സമ്മേഷൻ WX എന്ന് പറഞ്ഞാൽ 15100 ആണ്. ഇതിനെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ എന്താവും അല്ലെ, weighted arithmetic mean equal to summation WX by summation W1 equal to എത്ര വാല്യൂ 5100 divided by 590 equal to എത്ര 25.59 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റഡ് അരിത്മെറ്റിക് മീൻ കണ്ടെത്തേണ്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസിയിലെ അവറേജസിലെ സെക്കൻഡ് വൺ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ജോമെട്രിക് മീൻ ആണ്. Geometric mean definition നോക്കാം അല്ലെ. The geometric mean is defined as the nth root of the product of these values. അപ്പൊ nth റൂട്ടുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ a, b ഉണ്ടെങ്കിൽ അതിന്റെ nth റൂട്ട് ഇവിടെ n എത്രയാണ് 1, 2 ആണ്. അപ്പൊ എന്താവും ഇതിന്റെ അല്ലെ റൂട്ട് ഓഫ് ab ആണ് geometric mean എന്ന് പറയുന്നത്. നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഉണ്ട്. സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിലെ ഫസ്റ്റ് വൺ ആയതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, അല്ലെങ്കിൽ എന്താ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് റോ ഡാറ്റ എന്ന് പറയും. ഇഫ് x1, x2, etc. xn be an observation, then geometric mean is gm equal to nth root of x1 into x2 into etc. xn. ഇനി ഇതിനെ നമുക്ക് യൂസിങ് ലോഗിനെ വെച്ച് ചെയ്യാം. എങ്ങനെ gm equal to anti log of summation log x divided by n. n എന്നാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ നോക്കുക x1 ഉം x2 etc. xn ഒക്കെ ആൾവേസ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആ കാര്യം കൂടി നോക്കുക. ആൾ xi's എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കണം. ആ കണ്ടീഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കാരണം എന്താ വെച്ചാല് റൂട്ട് ഡിഫൈൻ ചെയ്യുന്ന നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല അല്ലെ. ആകെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആൾ xi's ആർ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ലോഗ് വന്നാലും x എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ലോഗ് ഡിഫൈൻ ചെയ്യുന്നത് എവിടെ ഉണ്ടാവുള്ളൂ അല്ലെ, ഓൺലി പോസിറ്റീവിലാണ്. ഇതിന്റെ ബേസിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ജിയോമെട്രിക് മീൻ ഓഫ് 2, 4, 8 ആണ്. ഇവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, 3 ആണ്. അപ്പൊ n ഈക്വൽ ടു എത്രയാണ്, 3 ആണ്. അപ്പൊ gm ഈക്വൽ ടു എന്താണ്, ക്യൂബ് റൂട്ട് ഓഫ് 2 × 4 × 8 ആണ്. അപ്പൊ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് അല്ലെ. നമുക്ക് എങ്ങനെ മാറ്റിയതാ, ഈ 4നെ എങ്ങനെ മാറ്റാം നമുക്ക് അല്ലെ, 2 × 2 ആക്കി എഴുതാം. 8 നമുക്ക് എങ്ങനെ മാറ്റിയതാ, 2 × 2 × 2 ആക്കി എഴുതാം അല്ലെ. അപ്പൊ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 ഇതിനെ പേരാക്കി 1 ആക്കി എഴുതിയാൽ മതി. അതേപോലെ ഇവിടെ 3 ഉണ്ട്, അതിനെ പേരാക്കി 1 ആക്കാം. അപ്പൊ എന്തായി അല്ലെ, ക്യൂബ് റൂട്ട് ഓഫ് ഇവിടെ എത്രയായി, 2 × 2 2 ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ 2 ക്യൂബ് ആക്കി ഇൻറ്റു ഇതിനെങ്ങനെ 2 ക്യൂബ് ആക്കാം. അപ്പൊ ഇവിടെ വാല്യൂ എന്ന് പറയുമ്പോൾ 2 × 2 ആയി ഈക്വൽ ടു എത്രയായി, 4 ആയി. ഇവിടെ തന്നെ വേണമെങ്കിൽ എഴുതാം എങ്ങനെ അല്ലെ, ഇവിടെ 3 2നെ ഒറ്റ 2 ആക്കി എഴുതിയാൽ ഇവിടെ 2 ആയി ഇൻറ്റു ഇവിടെ 3 2 ഉണ്ട്, അതിനെ ഒറ്റ 2 ആക്കി 2 ആയി. അപ്പൊ എന്താ 2 × 2 ദാറ്റ് ഈസ് 4. ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 2 × 4 അല്ലെ 8 ആയി. 8 × 8 എന്നാണ് 64. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 64 അവിടെ ഇതിനെങ്ങനെ മാറ്റിയതാണ്, ക്യൂബ് റൂട്ട് ഓഫ് 64. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്, 4. അങ്ങനെയും ചെയ്യാം.
ഇനി ഇതിനെ നമുക്ക് ലോഗ് വെച്ച് ചെയ്യാൻ പോകാം. അത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ലോഗ് വെച്ച് ചെയ്യാൻ എങ്ങനെ നോക്കാം. അപ്പൊ ടേബിൾ ഇവിടെ മാറ്റി വരച്ചു. ഇവിടെ എക്സിന്റെ 2, 4, 8 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് 1, 2, 3 ആണ്. അപ്പൊ 3, 8. ഇനി നോക്കുക, ഇവിടെ ലോഗ് എക്സ് ആണ്. അപ്പൊ ലോഗ് 2 അല്ലെ, ലോഗ് 2 എന്ന് പറയുമ്പോൾ 0.3010 ആണ്. അടുത്ത് ലോഗ് 4 എന്ന് പറഞ്ഞാൽ 0.6021 ആണ്. അടുത്ത് ലോഗ് 8 ഇത്ര വാല്യൂ വരുന്നത് 0.9031 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യാം. അപ്പൊ സമ്മേഷൻ ലോഗ് എക്സ് ആണ് അല്ലെ 1.8062 ആണ്. നമുക്കറിയാം എന്താണ് ജോമെട്രിക് മീൻ കാണാൻ ഇത് ലോഗിതം വെച്ചിട്ട് ആന്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ് ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് അല്ലെ സമ്മേഷൻ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 0.8062 ഡിവൈഡഡ് ബൈ 3 ആണ്. ഇവിടെ n 3. അപ്പോൾ ആന്റി ലോഗ് ഓഫ് ഇത് ഡിവിഷൻ നടത്തി എത്ര വാല്യൂ വരുന്നത് 0.6021. അതാണ് ആന്റി ലോഗ് ഓഫ് 0.6021 എന്ന് പറഞ്ഞാൽ 4.00036 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ നേരത്തെ നമുക്ക് വാല്യൂ കിട്ടിയതും 4 ആണ്. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡും ഉപയോഗിച്ച് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ ഓഫ് 4, 6, 9, 11, 15 ആണ് അല്ലെ. അപ്പൊ ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഇക്വേഷൻ അറിയുമ്പോൾ അല്ലെ nth റൂട്ട് ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അല്ലെ, 5th റൂട്ട് ആണ്. 5th റൂട്ട് ഓഫ് 4 into 6 into 9 into 11 into 15 ആണ് അല്ലെ. അതൊക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വാല്യൂ വരിക അല്ലെ 3564 ആണ്. ഇതിന്റെ 5th റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 8.135 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ജോമെട്രിക് മീൻ. ഇനി ചെയ്യാൻ പോകുന്നത് ലോഗിതം വെച്ചിട്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം. അപ്പൊ ആദ്യം നമ്മൾ ടേബിൾ വാല്യൂ വരച്ചു. എക്സ് എന്ന് പറഞ്ഞ 4, 6, 9, 11, 15. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര വേരിയബിൾസ് ഉണ്ട് അല്ലെ, n എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വേരിയബിൾസ് ആണ്. ഇവിടെ ലോഗ് എക്സ് ആണ്. അപ്പൊ ലോഗ് 4 ആദ്യം കണ്ടുപിടിക്കുക. ലോഗ് 4 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ അല്ലെ 0.6021 ആണ്. അടുത്ത് ലോഗ് 6 എന്ന് പറഞ്ഞാൽ എത്ര 0.7782 ആണ്. ഈ ലോഗ് 9 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ 0.9542 ആണ്. ഈ ലോഗ് 11 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ 1.014 ആണ്. അടുത്ത് ലോഗ് എത്രയാണ് 15 എന്ന് പറഞ്ഞാൽ 1.176 ആണ്. എന്നിട്ട് സമ്മേഷൻ കണ്ടിരിക്കുക അല്ലെ ആഡ് ചെയ്യണം. അപ്പൊ സമ്മേഷൻ ലോഗ് എക്സ് എത്ര വരിക 4.5520 ആണ്. നമുക്കറിയാം എന്താണ് ജോമെട്രിക് മീൻ ഈക്വൽ ടു ആന്റി ലോഗ് സമ്മേഷൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. ഈക്വൽ ടു ആന്റി ലോഗ് അല്ലെ സമ്മേഷൻ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 4.5520 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ 5. ഈ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ വരിക 0.9104. ആന്റി ലോഗ് കാണിക്കുമ്പോൾ 8.136 ആണ്. ഇതാണ് ഇതിന്റെ ജോമെട്രിക് മീൻ വരുന്നത്. സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി എന്താണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കാം. For a frequency distribution, if x1, x2, etc. xn be the n observation with the corresponding frequencies f1, f2, etc. fn, the geometric mean equal to nth root of x1 raised to f1 into x2 raised to f2 into etc. xn f raised to n ആണ്. അപ്പോൾ നമുക്ക് സാധാരണ റോട്ടാക്റ്റൈൽ കേസിൽ എന്തായിരുന്നു ആ x1 തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതിൽ നമ്മൾ അവിടെ ജോമെട്രിക് മീൻ കാണാൻ. ഇവിടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിന്റെ കേസിൽ അഥവാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് എങ്ങനെയാണ് ജോമെട്രിക് മീൻ കാണുന്നത് x1ന്റെ മുകളിലെ പവറിൽ ആര് വരും ആ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി വരും. x2ന്റെ മുകളിൽ f2 വരും അല്ലെ. അങ്ങനെയാണ് ഇതിന്റെ ജോമെട്രിക് മീൻ വരുന്നത്. ഇത് ലോഗിതം ഉപയോഗിച്ച് എങ്ങനെ കാണാൻ നോക്കാം. ലോഗിതം ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാൻ പറയുന്നത്. gm ഈക്വൽ ടു ആന്റി ലോഗ് സമ്മേഷൻ f ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ f ആണ് ഈക്വൽ ടു ആന്റി ലോഗ് സമ്മേഷൻ f ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. നമുക്കറിയാം സമ്മേഷൻ f എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ആണെന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എക്സ് റൈസ് ടുവിന്റെ മുകളിൽ ഓരോ ഒബ്സർവേഷന്റെ മുകളിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ nth റൂട്ട് എടുക്കുക അല്ലെ. എത്രാമത്തെ കണ്ടുപിടിക്കാൻ ആ അത്രയും റൂട്ട് കാണും. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആൾട്ടർനേറ്റ് ആയി കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് gm ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് സമ്മേഷൻ f ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ അല്ലെ n എന്ന് പറയുന്നത്. ഇത് ബേസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.
അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ഡെയിലി ഏണിങ്ങും നമ്പർ ഓഫ് വർക്കേഴ്സ് 5, 6, 7, 8, 9, 3, 8, 12, 10, 7 ആണ്. അപ്പൊ അതിന്റെ ടേബിൾ വാല്യൂ ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പൊ ഡെയിലി ഏണിംഗ് അതിന്റെ എക്സ് എന്ന് പേരെടുത്തു, നമ്പർ ഓഫ് വർക്കേഴ്സിന് എഫ് കൊടുത്തു, പിന്നെ അടുത്ത നമുക്ക് ലോഗ് എക്സ് കണ്ടുപിടിക്കണം, പിന്നെ എഫ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഈ എക്സ് വാല്യൂസ് എഴുതി 5, 6, 7, 8, 9 അല്ലെ. ഇനി ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഇപ്പൊ 3, 8, 12, 10, 7. ഇപ്പൊ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, വാല്യൂസ് വരിക. അതാണ് നമ്മുടെ ക്യാപിറ്റൽ അഥവാ സമ്മേഷൻ അല്ലെ. ഇപ്പൊ 3 + 8 + 12 + 10 + 7 ആഡ് ചെയ്ത് 40 വരും. അപ്പൊ എന്താണ് നമുക്ക് ക്യാപിറ്റൽ എന്ന് കിട്ടി. ഇനി അടുത്ത ലോഗ് എക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഫസ്റ്റ് ലോഗ് 5 ഈക്വൽ ടു എന്താവും വരിക അല്ലെ 0.6990 ആണ്. അടുത്ത ലോഗ് 6 എന്ന് പറയുമ്പോൾ 0.7781 ആണ്. അടുത്ത ലോഗ് 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.8451 ആണ്. അടുത്ത ലോഗ് 8 എന്ന് പറഞ്ഞാൽ എന്തായാലും 0.9031 ആണ്. അടുത്ത ലോഗ് 9 എന്ന് പറയുമ്പോൾ വാല്യൂ വരുന്നത് എത്രയാണ് 0.9542 ആണ്. ഇനി അടുത്തതാണ് എഫ് ഇൻറ്റു ലോഗ് എക്സ് അഥവാ ഈ 3 മൾട്ടിപ്ലൈ ചെയ്യുക 0.699 മൾട്ടിപ്ലൈ, അതേപോലെ ഓരോ കള്ളിലും കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താ എഫ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 0.6990 ഈക്വൽ ടു 2.097. നെക്സ്റ്റ് 8 ഇൻറ്റു 0.7781 മൾട്ടിപ്ലൈ എന്താ 6.2248 ആണ്. അടുത്ത് 12 ഇൻറ്റു 0.8451 ഈക്വൽ ടു 10.412 ആണ്. അടുത്ത് 10 ഇൻറ്റു 0.9031 ഈക്വൽ ടു 9.031 ആണ്. അടുത്ത് 7 ഇൻറ്റു 0.9542 ഈക്വൽ ടു 6.6794 ആണ്. എന്താ ഇത് മൊത്തം ആഡ് ചെയ്യുക, അതായത് സമ്മേഷൻ എഫ് ലോഗ് എക്സ് ആണ്. ടോട്ടൽ ആഡ് ചെയ്ത 34.1734 ആണ്. അപ്പൊ എന്താണ് ജോമെട്രിക് മീൻ കാണാൻ ഇക്വേഷൻ ആന്റി ലോഗ് സമ്മേഷൻ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ് ഈക്വൽ ടു ആന്റി ലോഗ് എന്ത് വരും ഇവിടെ സമ്മേഷൻ എഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 34.1734 ഡിവൈഡഡ് ബൈ 40 ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് ഇത് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര വരും 0.854335 ഈക്വൽ ടു ആന്റി ലോഗിന്റെ വാല്യൂ എത്രയില്ല 7.1505 ആണ് ഇതിന്റെ ജോമെട്രിക് മീൻ വരുന്നത്. തേർഡ് വൺ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. A frequency distribution if x1, x2, etc. xn be n observation with the corresponding the frequencies f1 into f2, etc. fn geometric mean equal to the root of x1 raised to f1 into x2 raised to f2, etc. xn f raised to n ആണ്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ അല്ലെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി കേസിലും ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഇനി ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ലോഗരിതം ടേമിൽ വരുമ്പോഴും ഇതേ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ gm ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് സമ്മേഷൻ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. ഇതിൽ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ക്ലാസ് 0 to 4, 4 to 8, 8 to 12, 12 to 16, ഫ്രീക്വൻസി 1, 4, 3, 2 ആണ്. ഇതെന്താ ടേബിളിലേക്ക് മാറ്റി വരാം. ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി അല്ലെ ഫ്രീക്വൻസിന് എഫ് നമുക്കറിയാം. ക്ലാസ് വരുമ്പോൾ ഒരു മിഡ് എക്സ് വരും, പിന്നെ ലോഗ് എക്സ് എഫ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പൊ ക്ലാസ് പറയുമ്പോൾ 0 to 4, 4 to 8, 8 to 12, 12 to 16 ആണ്. ഫ്രീക്വൻസി ആണ് 1, 4, 3, 2 ആണ് അല്ലെ. ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യുക, അത് നമ്മൾ ക്യാപിറ്റൽ തന്നെ പറയുന്നത് എത്ര അല്ലെ 1 + 4 + 3 + 2 എന്ന് പറയുന്നത് 10 ആണ്. ഈ മിഡ് എക്സ് എന്ന് പറയുമ്പോൾ ഇത് ആഡ് അല്ലെ ഈ ക്ലാസ് ഇന്റർവെലിന്റെ മിഡ് വാല്യൂ ആണ്. അപ്പൊ എന്താവും 0 + 4/2 ഈക്വൽ ടു എത്രയായി അല്ലെ 4/2 എന്ന് പറയുമ്പോൾ എത്രയായി 2 ആയി. അടുത്ത് 4 + 8/2 എന്ന് പറയുമ്പോൾ 12/2 എത്രയാണ് 6 ആയി. അടുത്ത് 8 + 12/2 എന്ന് പറഞ്ഞാൽ 20/2 എന്ന് പറഞ്ഞാൽ 10 ആയി. അടുത്ത് 12 + 16/2 എന്ന് പറഞ്ഞാൽ അല്ലെ 28/2 എന്ന് പറയുമ്പോൾ 14 ആയി. അപ്പൊ നമുക്ക് മിഡ് എക്സ് കിട്ടും. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലോഗ് എക്സ് ആണ്. അപ്പൊ ലോഗ് 2 ഈക്വൽ ടു അല്ലെ 0.3010 ആയി. അടുത്തത് ലോഗ് 6 ആണ്. 0.7782 ആണ്. അടുത്തത് ലോഗ് 10 ആണ്. ഇപ്പൊ ലോഗ് 10 ബേസ് 10 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ആണ്. ഈ ലോഗ് 14 വരുമ്പോൾ എത്ര വാല്യൂ 1.1461.
അടുത്ത എഫ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. എഫ് എന്നുള്ള 1 ആണ്. 1 ഇൻറ്റു 0.3010 ഈക്വൽ ടു 0.3010 ആണ്. അടുത്ത് 4 ഇൻറ്റു 0.7782 ഈക്വൽ ടു 3.1128 ആയി. അടുത്ത ഫ്രീക്വൻസി ഇതാണ് 3 ആണ്. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഈ 2 ഇൻറ്റു എന്താണ് 1.1461 ഈക്വൽ ടു എത്ര? 2.2922 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ എഫ് ഇൻറ്റു ലോഗ് എക്സ്. ഞാൻ അടുത്തത് മൊത്തം ആഡ് ചെയ്യുക. അതാണ് സമ്മേഷൻ എഫ് ഇൻറ്റു ലോഗ് എക്സ്. ടോട്ടൽ ആഡ് ചെയ്താണ് 8.706 ആണ്. ഇതിന്റെ എന്താണ് ജോമെട്രിക് മീൻ കാണാൻ പറയുമ്പോൾ ജോമെട്രിക് മീൻ ഈക്വൽ ടു എന്താണ് ആന്റി ലോഗ് എന്താണ് സമ്മേഷൻ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പൊ ആന്റി ലോഗ് എന്താണ് സമ്മേഷൻ ലോഗ് എക്സ് എന്ന് പറയുന്നത് 8.706 ബൈ അല്ലെ n എന്നാണ് 10 ആണ്. ഈക്വൽ ടു എന്തായി അല്ലെ ആന്റി ലോഗ് എന്താണ് 0.8706 ആണ്. ആന്റി ലോഗ് ഓഫ് 0.8706 എന്ന് പറയുന്നത് 7.4234. അപ്പൊ ഇതാണ് ജോമെട്രിക് മീൻ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി ഈ ക്ലാസ് 1 to 3, 4 to 6, 7 to 9, 10 to 13. ഫ്രീക്വൻസി 8, 16, 15, 3 ആണ്. ടേബിളിലേക്ക് മാറ്റി വരയ്ക്കാം. അപ്പൊ എന്താ ക്ലാസ് ഫ്രീക്വൻസി മിഡ് എക്സ് ലോഗ് എക്സ് എഫ് ഇൻറ്റു ലോഗ് എക്സ്. ഈ ക്ലാസ് പറയുമ്പോൾ 1 to 3 ആണ്, 4 to 6 ആണ്, 7 to 9, 10 to 12 ആണ്. ഫ്രീക്വൻസി 8, 16, 15, 3 അല്ലെ. അപ്പൊ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് എത്ര? 8 + 16 + 15 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് അല്ലെ? 42 ആണ്. അപ്പൊ എന്താണ് സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ n എന്ന് പറഞ്ഞാൽ 42 ആണ്. ഇനി മിഡ് എക്സ് കണ്ടുപിടിക്കണം. മിഡ് എക്സ് എന്ന് പറയുമ്പോൾ 1 + 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇനി 4 + 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അടുത്ത 7 + 9/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അടുത്ത 10 + 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. ഇനി അടുത്ത ലോഗ് 2. ലോഗ് 2 പറഞ്ഞാൽ 0.3010 ആണ്. അടുത്ത ലോഗ് 5 എന്ന് പറയുന്നത് 0.6990 ആണ്. അടുത്ത ലോഗ് 8 എന്ന് പറഞ്ഞാൽ 0.9031 ആണ്. ഈ ലോഗ് 11 ഈക്വൽ ടു 1.0414 ആണ്. ഇനി എഫ് ഇൻറ്റു ലോഗ് എക്സ് എന്നാണ്. എഫ് ഇവിടെ എത്രയാണ്? 8 ആണ്. ലോഗ് എക്സ് ആണ് 3.3010 ആണ്. മൾട്ടിപ്ലൈ 2.4080 ആണ്. അടുത്തിടെ എഫ് എത്ര? 16 ആണ്. ഈ ലോഗ് എക്സ് എന്ന് പറയുന്നത് 0.6990 ഈക്വൽ ടു 11.1840 ആണ്. ഇനി അടുത്ത് 15 ഇൻറ്റു 0.9031 ഈക്വൽ ടു 13.5465 ആണ്. അടുത്ത് 3 ഇൻറ്റു 1.0414 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.1242. എന്താ ഇത് മൊത്തം ആഡ് ചെയ്യുക. അതാണ് സമ്മേഷൻ എഫ് ലോഗ് എക്സ്. ടോട്ടൽ ആഡ് ചെയ്ത 13.2627 ആണ്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജോമെട്രിക് മീൻ ഈക്വൽ ടു ദ ആന്റി ലോഗ് ഓഫ് സമ്മേഷൻ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇനി ആന്റി ലോഗ് ഓഫ് സമ്മേഷൻ എഫ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 13.2627 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ 42 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര വാല്യൂ വരുന്നത്? ആന്റി ലോഗ് ഓഫ് അല്ലെ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് 0.7205 ആണ്. അപ്പോൾ ആന്റി ലോഗ് ഓഫ് 0.7205 എന്ന് പറയുന്നത് 5.254 ആണ് ജോമെട്രിക് മീൻ വരുന്നത്. അടുത്ത മെറിറ്റ്സ് ഓഫ് ജോമെട്രിക് മീൻ ആണ്. അതിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ആൻഡ് ദസ് ക്യാൻ ബി പ്രിസൈസ്ലി ഡിറ്റർമിൻഡ് അല്ലെ. അതാണ് ഇതിൽ റിജിഡ്ലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. Second one, it is computation task into account every observation. എല്ലാ ഒബ്സർവേഷൻ നമുക്ക് എടുക്കുന്നുണ്ട്. It is suitable for further algebraic treatment. algebraic treatment other further treatment നമുക്ക് ഇത് ഏതെടുക്കാൻ geometry mean select ചെയ്യാൻ പറ്റും. It is not much affected the fluctuation of the sampling. ഇത് fluctuationന്റെ sampling effect ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. It is very useful dealing with ratio and rates etc. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്?
ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി പോസിറ്റീവ് വാല്യൂ ഓഫ് ദി വേരിയബിൾസ് അല്ലെ. അപ്പൊ ഒരു ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് അല്ലെ, ജോമെട്രിക് മീൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഓൾ എക്സൈസ് ആർ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺലി പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റൂട്ടിന്റെ അകത്തും ലോഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. ലോഗ് ആൾവേസ് ഡിഫൈൻ ഓൺ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഈ റൂട്ട് ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാവുന്നില്ല, അതുകൊണ്ടാണ് നെഗറ്റീവ് ഒഴിവാക്കുന്നത്. അപ്പൊ എന്താണ് ഓൾവേസ് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതൊരു ലിമിറ്റേഷൻ ആണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഈസ് ആൾസോ ഡിഫിക്കൽട്ട് അല്ലെ. ഇതിന്റെ കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം nth റൂട്ടാണ് അതിന്റെ അത് കിടക്കുന്നത്, അല്ലെങ്കിൽ ലോഗ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാൽക്കുലേഷൻ. ഇപ്പൊ കയ്യിൽ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ ലോഗരിതം ടേബിളിലെ എല്ലാ വാല്യൂസും നമുക്ക് ലോഗ് 2 അറിയാം, 0.3010 എന്നൊക്കെ ചില നമ്പേഴ്സിന് മാത്രമേ നമുക്ക് ലോഗരിതം വാല്യൂസ് അറിയുള്ളൂ. ബാക്കി ഒരു ലോഗ് 11 എത്രയാണ്, ലോഗ് 15 എത്രയാണ്, ലോഗ് 20 എത്രയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് കമ്പ്യൂട്ടേഷൻ ഈസ് ആൾസോ ഡിഫിക്കൽട്ട് അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ എന്താ ലോഗരിതം ടേബിൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ കയ്യിൽ വേണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസി അവറേജേഴ്സിലെ തേർഡ് വൺ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഹാർമോണിക് മീൻ ആണ്. ഹാർമോണിക് മീനിന്റെ ഡെഫിനിഷൻ നോക്കാം. ഹാർമോണിക് മീൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി മീൻ of the reciprocal of these values. It is applied in average rate, time, etc. അപ്പൊ ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ, അവറേജ് റേറ്റിലാണ്, ടൈംസിലാണ് നമ്മൾ ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻ ദി റെസിപ്രോക്കൽ ഓഫ് ദി മീൻ ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ദി വാല്യൂസ് നമ്മൾ പറഞ്ഞ പേരാണ് ഹാർമോണിക് മീൻ. ഇനി ഫസ്റ്റ് വൺ ungrouped data, second one discrete frequency distribution, third one continuous frequency distribution. ഇതിലെ ഫസ്റ്റ് വൺ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് ഓർ റോ ഡാറ്റ എന്ന് പറയും. ഇനി എന്താ പറയുന്നത്, ഇഫ് x1 x2 etc xn be n observation then harmonic mean is hm equal to n divided by summation 1 by x ആണ്. അപ്പൊ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് അല്ലെ റെസിപ്രോക്കൽ ഓഫ് മീൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തന്ന റോ ഡാറ്റനെ അല്ലെങ്കിൽ തന്ന വാല്യൂസിനെ 1 by x ചെയ്ത് അതിനെ മൊത്തം ആഡ് ചെയ്യുക അല്ലെ, എന്നിനെ കൊണ്ട് അല്ലെ ഡിവിഷൻ നടത്തുക. ഇതാണ് നമ്മൾ പറഞ്ഞ പേരാണ് ഹാർമോണിക് മീൻ. ഇത് ബേസിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഹാർമോണിക് മീൻ ഓഫ് 2, 3, 4, 5, 7 ആണ്. ഇത് ടേബിളിലേക്ക് വരക്കാം. അപ്പൊ ടേബിൾ എക്സ് വാല്യൂ അത് 1 by x, എക്സ് ആണ് 2, 3, 4, 5, 7. അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത് അല്ലെ, 5 ആണ്. ഇനി അടുത്തത് 1 by x ആണ്, അതോ 1 by 2. 1 by 2 എന്ന് പറഞ്ഞാൽ 0.51. അടുത്ത 1 by 3 എന്ന് പറഞ്ഞാൽ 0.33 ആണ്. അടുത്ത് 1 by 4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അടുത്ത് 1 by 5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അടുത്ത് 1 by 7 എന്ന് പറഞ്ഞാൽ 0.143 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യുക അല്ലെ, അതാണ് സമ്മേഷൻ 1 by x. ആഡ് എത്ര 1.423 ആണ്. നമുക്കറിയാം ഹാർമോണിക് മീൻ ഈക്വൽ ടു എന്താണ് n by summation 1 by x ആണ്. n ഇവിടെ എത്ര 5 ആണ്, സമ്മേഷൻ 1 by x എന്ന് പറഞ്ഞാൽ 1.423 ആണ്. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞ എത്ര 3.513 ആണ് ഇവിടെ ഹാർമോണിക് മീൻ വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഹാർമോണിക് മീൻ ഓഫ് 5, 11, 12, 16, 7, 9, 15, 13, 10, 8. ആദ്യം ഒരു ടേബിളിലേക്ക് മാറ്റി വരും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് മാറ്റി എഴുതി 5, 11, 12, 16, 7, അടുത്തിവിടെ 9, 15, 13, 10, 8 ആണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് അല്ലെ, 10 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10. ഇനി ഇവിടെ 1 by x ആണ്. അപ്പൊ 1 by 5 എന്ന് പറയുമ്പോൾ എത്രയാണ് അല്ലെ 0.2 ആണ്. 1 by 11 എന്ന് പറഞ്ഞാൽ 0.0909 ആണ്. 1 by 12 എന്ന് പറഞ്ഞാൽ 0.0833 ആണ്. ഇനി 1 by 16 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ 0.0625 ആണ്. ഈ 1 by 7 എന്ന് പറഞ്ഞാൽ 0.1429 ആണ്. അടുത്ത 1 by 9 എന്ന് പറഞ്ഞ എത്ര വാല്യൂ 0.111 ആണ്. അടുത്ത 1 by 15 എന്ന് പറഞ്ഞാൽ 0.0667 ആണ്. 1 by 13 എന്ന് പറഞ്ഞാൽ 0.0769 ആണ്. അടുത്ത് 1 by 10 എന്ന് പറഞ്ഞാൽ 0.1. 1 by 8 എന്ന് പറഞ്ഞാൽ 0.1250 ആണ്. എന്താ അല്ലെ, ഇതിന് മൊത്തം സമ്മാണ്, അതോ സമ്മേഷൻ 1 by x എന്ന് പറയുന്നത്. സമ്മേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് അല്ലെ 1.0593 ആണ് ഇതിന്റെ സമ്മ.
നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. എന്താണ് ഇക്വേഷൻ പറയുന്നത്? ഹാർമോണിക് മീൻ ഈക്വൽ ടു n ബൈ സമ്മേഷൻ 1 ബൈ എക്സ് ആണ്. n എന്ന് പറഞ്ഞാൽ 10 ആണ്. സമ്മേഷൻ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1.0593 ആണ്. അപ്പൊ ഡിവിഷൻ എത്ര കിട്ടുക? 9.44. അപ്പൊ ഇതാണ് നമ്മുടെ ഹാർമോണിക് മീൻ വരുന്നത്. സെക്കൻഡ് വൺ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. For frequency distribution, if x1, x2, etc., xn be n observation with the corresponding the frequencies f1, f2, etc., fn. The harmonic mean എന്ന് പറഞ്ഞാൽ എന്താണ്? The summation f divided by summation f by 1 by x ആണ്. Summation f എന്ന് പറഞ്ഞാൽ നമുക്ക് n അറിയാം. അപ്പോൾ n by summation f by x ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 1 by x കണ്ടുപിടിക്കുക, അതിനെന്ത് ചെയ്യുക? f കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് മൊത്തം സമ്മാണ് സമ്മേഷൻ f by x എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി ഹാർമോണിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ഡെയിലി ഏർണിംഗ് നമ്പർ ഓഫ് വർക്കേഴ്സ് 5, 6, 7, 8, 9, 3, 8, 12, 10, 7 ആണ്. അപ്പൊ ആദ്യം ടേബിളിലേക്ക് മാറ്റാം. അപ്പൊ ഏർണിംഗ് നമ്മൾ x എന്ന് കൊടുത്തു, നമ്പർ ഓഫ് വർക്കേഴ്സിന് f കൊടുത്തു 1 by x, അല്ലെ, f by x കൊടുത്തു. ഇനി എക്സിന്റെ വാല്യൂസ് ആണ് 5, 6, 7, 8, 9 ആണ്. ഫ്രീക്വൻസി ആണ് 3, 8, 12, 10, 7. അപ്പൊ മൊത്തം ആഡ് ചെയ്യാൻ നമ്മുടെ സമ്മേഷൻ f എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ 3 plus 8 plus 12 plus 10 plus 7 ആയിട്ട് എത്ര? 40 ആയി. അപ്പൊ ഫ്രീക്വൻസിന് സമ്മിട്ട് അഥവാ ക്യാപിറ്റൽ n കിട്ടി. ഇതിൽ 1 by x ആണ്. അപ്പൊ 1 by x എന്ന് പറയുമ്പോൾ എത്ര? 1 by 5 ആണ് x. 1 by 5 എന്ന് പറഞ്ഞാൽ 0.2 ആയി. അടുത്ത് 1 by 6 എന്ന് പറഞ്ഞാൽ 0.167 ആയി. അടുത്ത് 1 by 7 എന്ന് പറഞ്ഞാൽ 0.143 ആണ്. അടുത്ത് 1 by 8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. അടുത്ത് 1 by 9 എന്ന് പറഞ്ഞാൽ 0.111 ആണ്. ഇനി അടുത്തെന്താ? അല്ലെ, f മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ എന്താണ്? ഫ്രീക്വൻസി ഇവിടെ 3 ആണ്. 3 into 0.2 എന്ന് പറയുമ്പോൾ 0.6 ആണ്. ഇനി 8 into 0.167 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.336 ആണ്. അടുത്ത് 12 into 0.143 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.716 ആണ്. അടുത്ത് 10 into 0.125 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.25 ആണ്. അടുത്ത് 7 into 0.111 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.777 ആണ്. ഇത് മൊത്തം എന്ത് സമ്മാണ്. അതാണ് സമ്മേഷൻ f by x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? അല്ലെ, 5.979 ആണ് സമ്മേഷൻ f by x. അപ്പൊ ഹാർമോണിക് മീൻ ഈക്വൽ ടു ക്യാപിറ്റൽ N by സമ്മേഷൻ f by x ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 40 ആണ്. സമ്മേഷൻ f by x എന്ന് പറഞ്ഞാൽ 5.979 ആണ്. ഡിവിഷൻ അടുത്ത് എത്ര കിട്ടും? 7.043 ആണ് ഇവിടെ ഹാർമോണിക് മീൻ വരുന്നത്. അടുത്ത കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് ഫോർ ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് x1, x2, etc., xn be n observation with the corresponding frequencies f1, f2, etc., fn ആണ്. ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ f ഡിവൈഡഡ് ബൈ സമ്മേഷൻ f by 1 by x ആണ്. സമ്മേഷൻ f എന്ന് പറഞ്ഞാൽ നമുക്ക് n അറിയാം. അപ്പൊ n by സമ്മേഷൻ f by x ആണ്. നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതേ ഇക്വേഷൻ തന്നെയാണ് കയ്യിലും വരുന്നത്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മളെ ക്ലാസ് ഇന്റർവൽ ആകുമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. അപ്പോൾ അവിടെ മിഡ് എക്സ് കണ്ടുപിടിക്കണമെന്നുള്ള. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി ഹാർമോണിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി ഈ ക്ലാസ്സിൽ 0 to 4, 4 to 8, 18 to 12, 12 to 16, 1, 4, 3, 2 ആണ്. ഇത് ടേബിളിലേക്ക് മാറ്റി വരയ്ക്കാം. ക്ലാസ് ഫ്രീക്വൻസി മിഡ് എക്സ് 1 by x f by x. ഇനി ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 to 4 ആണ്. 4 to 8, 18 to 12, 12 to 16 ആണ്. ഫ്രീക്വൻസി ആണ് 1, 4, 3, 2 ആണ്. അല്ലെ, അപ്പൊ ഇത് മൊത്തം ആഡ് ചെയ്യാം. അത് നമ്മൾ എന്താണ്? സമ്മേഷൻ എഫ് എക്സ് അഥവാ ക്യാപിറ്റൽ N. അപ്പൊ എത്ര ക്യാപിറ്റൽ N വരും? 10 ആണ്. അല്ലെ, 1 plus 4 plus 3 plus 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇതിന് മിഡ് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ? 0 plus 4 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അടുത്ത് 4 plus 8 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 8 by 12 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. 12 plus 16 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ആണ്. ഇനി 1 by x ആണ്. x നമുക്ക് കണ്ടെത്തി എന്താണ്? അപ്പൊ 1 by അല്ലെ, എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പൊ 1 by 2 ഈക്വൽ ടു 0.5 ആയി. 1 by 6 എന്ന് പറഞ്ഞാൽ 0.167 ആണ്. അടുത്ത 1 by 10 എന്ന് പറഞ്ഞാൽ 0.1. 1 by 40 എന്ന് പറഞ്ഞാൽ 0.0714 ആണ്. ഇനി അടുത്ത f into 1 by x ആണ്. f ഇവിടെ 1 ആണ്. 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5. ഇവിടെ f 4 ആണ്. 0.167 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.668 ആണ്. അടുത്ത് ഫ്രീക്വൻസി ഇവിടെ 3 ആണ്. 3 into 0.1 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അടുത്ത് 2 into 0.0714 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
0.1428 ആണ്. എന്താ ഇതിന്റെ മൊത്തം സമ്മാണ്. അപ്പൊ സം കാണുമ്പോൾ അല്ലെ ഇവിടെ ടോട്ടൽ വാല്യൂ 1.6108 ആണ് ഇവിടെ സം. അപ്പൊ ഹാർമോണിക് മീൻ ഈക്വൽ ടു എന്താണ് അല്ലെ n ഡിവൈഡഡ് ബൈ സമ്മേഷൻ f ബൈ x ആണ്. അവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ എന്നത് 10 ആണ്. സമ്മേഷൻ അല്ല f ബൈ x എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത് 1.6108 ആണ്. ഡിവിഷൻ നടത്തുന്ന 6.2081 ആണ് ഇവിടെ ഏത് വരുന്നത് ഹാർമോണിക് മീൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ഹാർമോണിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ക്ലാസ് ഫ്രീക്വൻസി. 1 to 3, 4 to 6, 7 to 9, 10 to 13, ഫ്രീക്വൻസി 8, 16, 15, 3 അല്ലെ ടേബിൾ വാല്യൂ മാറ്റി ചെയ്ത ക്ലാസ് ഫ്രീക്വൻസി ചെയ്ത മിഡെക്സ്. ഈ ക്ലാസ് ആണ് 1 to 3 ആണ്, 4 to 6 ആണ്, 7 to 9 ആണ്, 10 to 12 ആണ്. ഫ്രീക്വൻസി ആണ് 8, 16, 15, 3 ആണ്. അപ്പൊ ഇത് മൊത്തം ആഡ് ചെയ്താണ് എന്താണ് സമ്മേഷൻ എഫ് അഥവാ ക്യാപിറ്റൽ N എത്ര വരിക 42 ആണ്. ഇതിൽ മിഡെക്സ് എന്ന് പറയുമ്പോൾ 1 plus 3 by 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി 4 plus 6 by 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി 7 plus 9 by 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി 10 plus 12 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 11 ആണ്. ഇനി 1 by x എന്ന് പറഞ്ഞാൽ 1 by 2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1 by 5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 1 by 8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. 1 by 11 എന്ന് പറഞ്ഞാൽ 0.090 ആണ്. ഇനി അടുത്തതാണ് ഇതിന് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 8 into 0.5 എന്ന് പറഞ്ഞാൽ 4 ആയി. ഇനി 16 into 0.2 എന്ന് പറഞ്ഞാൽ 3.2 ആയി. ഇനി 15 into 0.125 എന്ന് പറഞ്ഞാൽ 1.875 ആയി. ഇനി 3 into 0.0919 എന്ന് പറഞ്ഞാൽ എത്ര 0.2727 ആണ്. ഇത് മൊത്തം ഐഡിയ അതാണ് സമ്മേഷൻ എഫ് ബൈ എക്സ് എന്ന് പറയുന്നത് 9.3477 വരുന്നത് അല്ലെ. അപ്പൊ ഹാർമോണിക് മീൻ ഈക്വൽ ടു എന്താണ് ക്യാപിറ്റൽ N ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ്. ഇവിടെ N എന്ന് പറഞ്ഞാൽ 42 ആണ്. ഇനി എഫ് ബൈ എക്സ് ആണ് 9.3477 ആണ്. അപ്പൊ വാല്യൂ എത്ര 4.4931. അപ്പൊ ഇതാണ് ഇവിടെ ഹാർമോണിക് മീൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ഹാർമോണിക് മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ഇൻകം നമ്പർ ഓഫ് പേഴ്സൺ. ഇനി ഇൻകം എന്ന് പറയുന്നത് എന്താണ് ക്ലാസ് ആണ്, അത് ഓർത്ത് വെക്കുക. ഇപ്പൊ 10 to 20 ആണ്, 20 to 30, 30 to 40, 40 to 50, 50 to 60. നമ്പർ ഓഫ് പേഴ്സൺ നമ്മളെ ഫ്രീക്വൻസി ആണ്. ഇവിടെ 4, 6, 10, 7, 3 ഇത് ടേബിളിലേക്ക് മാറ്റുക. അപ്പൊ ഇൻകം നമ്മുടെ എഴുതി 10 to 20, 10, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഈ നമ്പർ ഓഫ് പേഴ്സൺ ആണ് ഫ്രീക്വൻസി മാർക്ക് ചെയ്തു 4, 6, 10, 7, 3 അല്ലെ. അപ്പൊ ഇതിനെ ക്യാപിറ്റൽ N വിളിക്കുക അഥവാ സമ്മേഷൻ എഫ് കണ്ടുപിടിക്കുക. അപ്പൊ തന്നെ ടോട്ടൽ ആദ്യം 4 plus 6 10 ആയി, 10 plus 10 എന്നാണ് 20 ആയി, 20 plus 7 എന്നാണ് 27, 27 plus 3 എന്നാണ് എത്ര 30 ആയി. ഈ മിഡെക്സ് ആണ്. അപ്പൊ 10 plus 20 by 2 എന്നാണ് എത്ര 15 ആണ്. ഈ 20 plus 30 by 2 എന്ന് എത്ര 25 ആയി. അപ്പൊ 30 plus 40 by 2 എന്ന് പറയുന്നത് 35 ആയി. ഇനി എത്ര 40 plus 50 by 2 എന്ന് എത്ര 45 ആയി. ഇനി 50 plus 60 by 2 എന്ന് എത്ര 55 ആയി. ഇനി 1 by 15 എന്ന് പറഞ്ഞ വാല്യൂ 0.667 ആണ്. 1 by 25 എന്ന് പറഞ്ഞാൽ 0.04 ആണ്. 1 by 35 എന്ന് പറഞ്ഞാൽ 0.086 ആണ്. ഇനി 1 by 45 എന്ന് പറഞ്ഞാൽ 0.022 ആണ്. 1 by 55 എന്ന് പറഞ്ഞാൽ 0.0182 ആണ്. ഇനി ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 0.667 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക അല്ലെ 0.2666 ആണ്. അടുത്ത് 6 into 0.04 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.24 ആണ്. ഈ 10 into 0.0268 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.2857 ആണ്. ഇനി 7 into 0.022 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.1556 ആണ്. അടുത്ത് 3 into 0.0181 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.0545 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യുക അതാണ് സമ്മേഷൻ എഫ് ബൈ എക്സ്. അത്ര 1.0023 ആണ് അല്ലെ. ഇവിടെ ഇനി ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം N ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ്. ഇവിടെ N എത്രയാണ് 30 ആണ്. സമ്മേഷൻ എഫ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1.0023 ആണ്. അപ്പൊ വാല്യൂ ആണ് 29.93 ആണ് ഇവിടെ ഹാർമോണിക് മീൻ വരുന്നത്. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ AM, GM ആൻഡ് ഹാർമോണിക് അഥവാ അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ തമ്മിലുള്ള റിലേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ദ റിലേഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ AM, GM ആൻഡ് ഹാർമോണിക് മീൻ ഈസ്
gm equal to root of am into gm ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എന്താണ് gm square equal to harmonic mean into geometric mean square equal to arithmetic mean into harmonic mean ആണ്. The second one, harmonic mean less than or equal to geometric mean less than or equal to ഈ arithmetic mean ആണ്. ഇവിടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ arithmetic mean ആണ്, ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ harmonic mean ആണ്, ഇതിന് ഇടയിൽ വരുന്ന വാല്യൂ ആണ് geometric mean. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if the arithmetic mean of a set of two observation is 9 and its geometric mean is 6, then the harmonic mean of the set of observation is A option 4, B option 3 root 6, C option 3, D option 1.6. ഇവിടെ ചോദിച്ചതാണ് അല്ലെ, ഹാർമോണിക് മീൻ തന്നിട്ടുണ്ട് നമുക്ക്. എത്ര ഹാർമോണിക് മീൻ തന്നിരിക്കണേ? 9 ആണ്. ഈ ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട് എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ റിലേഷൻ അറിയാം. എന്താണ്? ജോമെട്രിക് മീൻ സ്ക്വയർ ഈക്വൽ ടു അരിത്മെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ്. അപ്പൊ ജോമെട്രിക് മീൻ എത്ര? 6 ആണ്. അപ്പൊ 6 സ്ക്വയർ ഈക്വൽ അരിത്മെറ്റിക് മീൻ എത്രയാണ്? 9 ആണ്. ജോമെട്രിക് മീൻ അറിയില്ല. അപ്പൊ ജോമെട്രിക് മീൻ ഈക്വൽ ടു എന്തായി അല്ലെ? 6 സ്ക്വയർ ബൈ 9 ആണ്. അപ്പൊ 36 ബൈ 9. 36 ബൈ 9 എത്ര? 4 ആണ്. അപ്പൊ എ ഓപ്ഷൻ ആണ് ഇവിടെ ശരി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ അരിത്മെറ്റിക് മീൻ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 6.5 and their geometric mean is 6. Then the numbers are first option 4,6, second option 3,5, third option 3,6, D option 4,9. ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് അല്ലെ, അരിത്മെറ്റിക് മീൻ തന്നിട്ടുണ്ട് എത്രയാണ്? 6.5 ആണ്. അതേപോലെ ജോമെട്രിക് മീൻ തന്നതാണ് 6 ആണ്. ഇവിടെ എത്ര വേരിയബിൾ ഉള്ളൂ? 2 നമ്പേഴ്സ് ആണ്. അപ്പൊ ഞാൻ 2 നമ്പേഴ്സ് എടുത്തു, A, B എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം അരിത്മെറ്റിക് മീൻ ഓഫ് ദി 2 നമ്പേഴ്സ് എന്ന് അറിയപ്പെട്ട നമുക്ക് പറയാം, എങ്ങനെ പറയാം അല്ലെ, A plus B by 2 ആണ് അല്ലെ. ഇവിടെ AM തന്നിട്ടുണ്ട് 6.5 ആണ്. അപ്പൊ A plus B by 2 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ A plus B ഈക്വൽ ടു 2 into 6.5 ഈക്വൽ ടു എത്ര വരിക? 0.5 into 2 എന്നാണ് എത്ര? 13 ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? A plus B ഈക്വൽ ടു 13. ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി അടുത്ത നമുക്ക് ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട്. ജോമെട്രിക് മീൻ ആണ് 6 ആണ്. അപ്പൊ 2 വേരിയബിളിൽ ജോമെട്രിക് മീൻ ആണ് റൂട്ട് ഓഫ് AB ആണ് ഈക്വൽ ടു 6. അപ്പൊ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി അതിന് സ്ക്വയർ. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആയി. അപ്പൊ AB ഈക്വൽ ടു എന്തായി? 36 ആയി. ഇവിടെ നമുക്ക് B ഈക്വൽ ടു മാറ്റിയത് അങ്ങനെ 13 മൈനസ് A. ബിന്റെ വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ A ഇൻറ്റു 13 മൈനസ് A ഈക്വൽ ടു 36 ആയി. ഇനി അയ്യനെ മാറ്റി 13A മൈനസ് A സ്ക്വയർ ഈക്വൽ ടു 36 അല്ലെ. ഈ ടേമിനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താവും അല്ലെ, A സ്ക്വയർ മൈനസ് 13A പ്ലസ് 36 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 13ഉം മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെ പ്ലസ് 36 ഉള്ള 2 നമ്പേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെ ഉള്ളൂ അല്ലെ? 9ഉം 4 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ A മൈനസ് 9 ഇൻറ്റു A മൈനസ് 4 ഈക്വൽ ടു 0. അപ്പൊ A ഈക്വൽ ടു എത്രയാണ്? 9ഉം 4ഉം ആണ് വരുന്നത് അല്ലെ. നമുക്ക് A നമുക്കറിയാം എന്താണ്? B ഈക്വൽ ടു 13 മൈനസ് A ആണ്. അപ്പം അവിടെ എക്ക് സ്ഥാനത്ത് 9 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? B ഈക്വൽ ടു 13 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഇനി അതേപോലെ A ഈക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? B ഈക്വൽ ടു 13 മൈനസ് 4 എന്ന് പറഞ്ഞാൽ അവിടെ 9 ആണ്. നമുക്കിവിടെ എന്റെയും ബിന്റെയും വാല്യൂ എത്ര കിട്ടിയത്? A ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ 4 പറയാം, അല്ലെങ്കിൽ B ഈക്വൽ ടു 9, അല്ലെങ്കിൽ ഓർ എങ്ങനെ വരാം? A ഈക്വൽ ടു 9 വരാം, അല്ലെങ്കിൽ B ഈക്വൽ ടു 4. അതിൽ ഓപ്ഷൻ വരുന്നത് ഏതാണ് വരുന്നത് അല്ലെ? D ഓപ്ഷൻ ആണ് വരുന്നത്. ഇവിടെ നോക്ക്, നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉണ്ട്? ഒരു A x സ്ക്വയർ പ്ലസ് B x പ്ലസ് C ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ മൈനസ് B പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B സ്ക്വയർ മൈനസ് 4AC ബൈ 2A എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്റെ വാല്യൂ കണ്ടെത്താം. If the sum of n observations is 630 and their mean is 42, then the value of capital N is option A 21, option B 30, option C 15, option D 20. അല്ലെ, ഇവിടെ തന്നിട്ടുണ്ട് അരിത്മെറ്റിക് മീനെ തന്നിട്ടില്ല. അപ്പൊ അരിത്മെറ്റിക് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്? സമ്മേഷൻ എന്താണ് ഇവിടെ? FX ബൈ N ആണ്. ക്യാപിറ്റൽ എന്നത് നമ്മളെ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 42 ആണ് അല്ലെ. ഇവിടെ 40. അപ്പൊ X ബാർ ഈക്വൽ ഇവിടെ 42 ആണ്. ഇവിടെ സമ്മേഷൻ FX എന്ന് പറഞ്ഞാൽ എത്ര? 630 ആണ്. ഇവിടെ 630 ബൈ N. അപ്പൊ നമുക്ക് N ചെയ്തത്. അപ്പൊ N ഈക്വൽ ടു എന്താണ് അല്ലെ? 630 ബൈ 42 ചെയ്ത് 15 ആണ്. അത് ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി.
Fourth question. If two observations are 10 and minus 10, then their harmonic mean is option A 10, option B 0, option C 5, option D infinity. ഇവിടെ നമുക്ക് ഹാർമോണിക് മീനിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ് അല്ലെ n ബൈ സമ്മേഷൻ 1 ബൈ എക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്സർവേഷൻ ഉള്ളൂ. അപ്പൊ ആരൊക്കെയാണ് 10 അല്ലെ. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 10 ഉം മൈനസ് 2 ആണ്. അപ്പൊ ഇതിന് 1 ബൈ എക്സ് ആണ്. എന്താണ് 1 ബൈ 10 ഉം ഇവിടെ മൈനസ് 1 ബൈ 10 ഉം. അപ്പൊ അതിന്റെ സമ്മേഷൻ എന്ന് പറയുമ്പോൾ സമ്മേഷൻ 1 ബൈ എക്സ് എന്ന് പറയുന്നത് 1 ബൈ 10 മൈനസ് 1 ബൈ 10 ഈക്വൽ ടു എന്തായി 0 ആയി. അപ്പൊ സമ്മേഷൻ 1 അല്ലെ 1 ബൈ എക്സ് ആണ് 0. അപ്പൊ ഈക്വൽ ടു ഇവിടെ 2 ബൈ 0 ഈക്വൽ ടു എന്താണ് ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലെ. അപ്പൊ ഹാർമോണിക് മീൻ ഇവിടെ എത്രയാണ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ആരാ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. If two observations are 10 and minus 10, their geometric mean is അല്ലെ. ഇവിടെ തന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ അവിടെ ഹാർമോണിക് മീൻ മാറ്റി ആരാക്കി ജോമെട്രിക് മീൻ ആക്കി എന്നുള്ളൂ. ഇവിടെ വാല്യൂസ് ഓപ്ഷൻ പറഞ്ഞത് 10, 0, മൈനസ് 10, നൺ ഓഫ് ദി അബോവ് അല്ലെ. അതിലൊന്നുമല്ല. നമുക്കറിയാം ജോമെട്രിക് മീൻ കാണുന്ന ഇക്വേഷൻ എന്താണ് അല്ലെ. രണ്ട് വേരിയബിൾ ആകുമ്പോൾ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ആണ്. ഇവിടെ കണ്ടീഷൻ ഉണ്ട് എ കോമ ബി ആൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. ഇവിടെ തന്നിട്ടുള്ളത് ബിന്റെ വാല്യൂ എത്രയും നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ റൂട്ട് എന്ന് പറയാൻ പറ്റില്ല, ജോമെട്രിക് മീൻ ഇല്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താ പറയാൻ പറ്റുള്ളൂ അല്ലെ നൺ ഓഫ് ദി എബോവ് എന്ന് പറയാം. ഇവിടെ ആൻസർ എന്ന് വരുന്നത് നൺ ഓഫ് ദി എബോവ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ. കാരണം എന്താണ് നമ്മൾ ജോമെട്രിക് മീൻ പറയുമ്പോൾ ഓൾ വേരിയബിൾസ് ആർ പോസിറ്റീവ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വന്നത് മൈനസ് 10 എന്ന വേരിയബിൾ വന്നു. അതുകൊണ്ട് ഇതിന് നൺ ഓഫ് ദി എബോവ് നോട്ട് ഡിഫൈൻ എന്ന് പറയാം. മെറിറ്റ്സ് ഓഫ് ഹാർമോണിക് മീൻ. അതിൽ ഫസ്റ്റ് വൺ റിജിഡ്ലി ഡിഫൈൻ ആണ്. സെക്കൻഡ് വൺ കമ്പ്യൂട്ടേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ആണ് അല്ലെ. എല്ലാ ഒബ്സർവേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കാപ്പബിൾ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആൽജിബ്രൈക് ട്രീറ്റ്മെന്റ് അല്ലെ. ഫർദർ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ആൾസോ നോട്ട് അഫക്റ്റഡ് മച്ച് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ അല്ലെ. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ വരുന്നില്ല എന്ന് പറയാം. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു മെഷർമെന്റ് അവറേജ് റിലേറ്റീവ് ചേഞ്ചിങ് സെർട്ടൻ ടൈപ്പ് ഓഫ് റേറ്റ് ആൻഡ് ഓർ റേഷ്യോ അല്ലെ. പറഞ്ഞിരുന്ന ഹാർമോണിക് മീൻ എവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ റേഷ്യോയിലോ അല്ലെ റേറ്റ് നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു ഡെഫിനറ്റില് നടക്കണം. ഈ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് നോട്ട് ഈസിലി ടു അണ്ടർസ്റ്റാൻഡബിൾ അല്ലെ. ഇവിടെ 1 ബൈ എക്സ് ഒക്കെയാണ് വരുന്നത് അല്ലെ. 1 ബൈ എക്സ് ആ ടേം പിന്നെ അതിനെ 1 ബൈ എക്സ് എന്ന് പറയുമ്പോൾ 1 ബൈ 2 എന്നൊക്കെ നമുക്ക് 0.5 ആണ്. 1 ബൈ 9 നമുക്ക് വലിയ നമ്പർ ആണ് വരുന്നത് അല്ലെ. പോയിന്റ് സംതിങ് ആണ്. അതേപോലെ ഇനി ഇറ്റ് ഈസ് കാൽക്കുലേഷൻ ഈസ് എ ഡിഫിക്കൽറ്റി ആണ് അല്ലെ. അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് കാൽക്കുലേഷൻ. കാരണം 1 ബൈ 9 വലിയ നമ്പേഴ്സ് പറയുമ്പോൾ 1 ബൈ കാണാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി 0 എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അത് 0 അല്ല അല്ലെ. വാല്യൂസ് ഉണ്ട്. അപ്പൊ പോയിന്റ് സംതിങ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഡിഫിക്കൽറ്റി ആണ്. ഇറ്റ് ഗിവ് ഹൈ വെയിറ്റ് ഏജ് ഓഫ് സ്മോൾ ഐറ്റംസ് അല്ലെ. ചെറിയ സ്മോൾ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റ് എനി വൺ ഓഫ് ദം ഈസ് 0 അല്ലെ. അതിൽ ഏതെങ്കിലും 1 0 ആയി കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ ഏത് സമ്മേഷൻ 1 ബൈ എക്സിന്റെ വാല്യൂ 0 ആയപ്പോൾ അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. നമുക്ക് 2 ബൈ 0 വന്നു അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മള് എന്താണ് 10 ഉം മൈനസ് 10 ഉം വരുമ്പോ നമ്മുടെ 2 ബൈ 0 വന്നു ഹാർമോണിക് മീന് അല്ലെ. അപ്പൊ 2 ബൈ 0 നമ്മൾ എന്തായിട്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് വന്നത്. നമ്മളുടെ ഇൻഫിനിറ്റി ആക്കി എടുത്തു എന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇതൊരു എന്താണ് പറയുന്നത് കാൽക്കുലേഷൻ എനി വൺ ഓഫ് ദി ഐറ്റം ഇസ് 0 ആയി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇനി ഫിഫ്ത് വൺ ഇറ്റ് ഈസ് യൂഷ്വലി എ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് ദി ഗിവൺ ഡാറ്റ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ചെയ്തു നോക്കുക. മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസിയിലെ അവറേജേഴ്സിലെ ഫോർത്ത് വൺ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മീഡിയൻ ആണ്. ഇനി എന്താണ് മീഡിയൻ നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് മീഡിയൻ ഈസ് ദി മിഡിൽ വാല്യൂ ഓഫ് ദി സീരീസ്. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ഓഫ് ദി സീരീസ് ആണ്. അതെങ്ങനെ ചെയ്യണം? ദ സീരീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ തന്ന സീരീസിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. അതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് അറേഞ്ചിങ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഈ മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം അല്ലെ. ഒന്ന് മാത്തമാറ്റിക്കൽ ആവറേജ് ഉണ്ട്, ഒന്ന് പൊസിഷണൽ ആവറേജ് ഉണ്ട് അല്ലെ. മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മുടെ മീന്, അതുപോലെ ഹാർമോണിക് മീന്, ജോമെട്രിക് മീനാണ്. അപ്പൊ പൊസിഷൻ അവറേജസിൽ പറയുന്നത് ആരൊക്കെയാണ്? മീഡിയന്, മോഡാണ്. അപ്പം അല്ലെ. അപ്പൊ മീഡിയൻ ഈസ് എ പൊസിഷൻ അവറേജസ് ആണ് അല്ലെ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയി അറിയുന്നത്. ഇനി ഇതിലെ ഫസ്റ്റ് വൺ ആയ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വേറെ പേരാണ് ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ റോ ഡാറ്റ എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഈ റോ ഡാറ്റയിൽ അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീഡിയൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഫോളോയിങ് സ്റ്റെപ്സ് എന്നാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ ആർ അറേഞ്ച്ഡ് ഇൻ ഐദർ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ തന്ന ഡാറ്റ എന്ത് ചെയ്യണം? അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം.
സെക്കൻഡ് വൺ ഇഫ് there are odd number of observation അല്ലെ അപ്പൊ നമ്മൾ അസൈൻ ചെയ്ത് അല്ലെ നമ്മൾ അറേഞ്ച് ചെയ്ത ഡാറ്റ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ അറേഞ്ച് ചെയ്യുക എന്നിട്ട് അതിന് നമ്പർ ഓഫ് എലമെന്റ്സ് നോക്കുക എത്ര ഒബ്സർവേഷൻ നോക്കുക അത് ഓഡ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് locate the median by the value of n plus 1 by 2th item in the order n be the number of observation in the series അല്ലെ by തന്ന n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ n plus 1 by ഐറ്റം ആയിരിക്കും അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ആ തന്നത് n എന്തായിരിക്കണം ഈവൻ ഓർഡർ ആണെന്ന് വിചാരിക്കുക അഥവാ ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദി അവറേജ് ഓഫ് n by 2th ആൻഡ് n by 2 plus 1th item n be the number of observation in the series ആണ്. അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യണം അല്ലെ n by 2th അതേപോലെ n by 2 plus 1ന്റെയും ആഡ് ചെയ്യുക അതിന്റെ by 2 കൊണ്ട് ചെയ്യുക അതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഇത് ബേസ്ഡ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി മീഡിയൻ ഓഫ് 160 180 175 179 164 178 171 164 176 അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞ കാൽക്കുലേറ്റ് ആണ് മീഡിയൻ പറഞ്ഞത്. ഇത് ഏത് തന്നിക്കണേ റോ ഡാറ്റ തന്നിക്കണേ. അപ്പൊ റോ ഡാറ്റ തന്ന ശരിക്കും നമുക്ക് ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലെ അസെൻഡിങ്ങിലോ ഓർ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലാണ്. അപ്പൊ ഏറ്റവും ചെറുതിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ നമ്മുടെ എന്താണ് 160 ആണ്, അടുത്ത 164 ആണ്, അടുത്ത 164 ആണ്, നെക്സ്റ്റ് 171 ആണ്, 175 ആണ്, അടുത്ത 176 178 179 180 ആണ്. അപ്പൊ നമ്മൾ ഡാറ്റയെ അറേഞ്ച് ചെയ്തു എങ്ങനെ അല്ലെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അതിന്റെ സ്മോൾ n ആണ്. എത്ര ഉണ്ട് 1 2 3 4 5 6 7 8 9 അപ്പൊ 9 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പൊ ഈ 9 എന്ന് പറയുന്നതാണ് ഓഡാണ്. അപ്പൊ നമുക്ക് ഓഡാണെങ്കിൽ നമുക്ക് കാണാൻ പറഞ്ഞ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു മീഡിയൻ ഈക്വൽ ടു n plus 1 by 2th ഐറ്റം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ n എന്ന് പറഞ്ഞാൽ 9 അപ്പൊ 9 plus 1 by ഐറ്റം അല്ലെ. അപ്പൊ 9 plus 1 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 by 2th ഐറ്റം ഈ 10 അല്ലെ by 2 എന്ന് പറഞ്ഞാൽ 5th ഐറ്റം ആയി. ഇതിൽ 5th ഐറ്റം വരുന്നത് 1 2 3 4 5 അപ്പൊ ഈക്വൽ ടു എത്ര 175 ആണ് ഇവിടെ മീഡിയൻ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പർ വരുമ്പോൾ മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി മീഡിയൻ ഓഫ് 75 71 73 70 74 80 85 81 86 79 അല്ലെ നമ്മൾ കാണാൻ പറഞ്ഞത് മീഡിയൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ തന്ന ഡാറ്റ എന്ത് ചെയ്യുക അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ പറയുമ്പോൾ 70 ആണ്. അപ്പൊ 70 അടുത്ത 71 73 74 75 79 80 81 85 86 അപ്പൊ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇവിടെ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് n 1 2 3 4 5 6 7 8 9 10 അല്ല. അപ്പൊ n ഈക്വൽ ഇവിടെ 10 ആണ്. 10 എന്നാണ് നമുക്കറിയാം ഈവൻ നമ്പർ ആണ്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാം മീഡിയൻ ഈക്വൽ ടു എന്ത് n by ലെങ്ത് ഐറ്റം പ്ലസ് n by 2 plus 1th ഐറ്റം അതിന് മൊത്തം ഡിവിഷൻ എടുത്തുക by 2 ആണ് അല്ലെ അവറേജസ് എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 10 അപ്പൊ 10 by 2th ഐറ്റം പ്ലസ് അല്ലെ 10 by 2 plus 1th ഐറ്റം ഡിവൈഡഡ് by 2 ആണ് ഈക്വൽ ടു അല്ലെ 10 by 2 എന്ന് പറഞ്ഞാൽ 5th ഐറ്റം പ്ലസ് ഇവിടെ നോക്കാം അല്ലെ 10 by 2 ആണ്. അപ്പൊ 5 plus 1th ഐറ്റം ഡിവൈഡഡ് by 2 ഈക്വൽ ടു അല്ലെ 5th ഐറ്റം പ്ലസ് 5 plus 1 ആണ് 6th ഐറ്റം ഡിവൈഡഡ് by 2. ഈ 5th ഐറ്റം എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അല്ലെ ഇത് 5th ഇത് 6th അല്ലെ. അപ്പൊ എന്താ 75 പ്ലസ് 6th ഐറ്റം എന്ന് പറഞ്ഞാൽ 79 ഡിവൈഡഡ് by 2 ആയി. ഇനി 75 plus 79 ആണ് 154 ഡിവൈഡഡ് by 2 ഡിവിഷൻ നടത്തി എത്ര അല്ലെ 77 ആണ് ഇതിന്റെ മീഡിയൻ വരുന്നത്. സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ the determination of the median discrete frequency the following step അല്ലെ. അപ്പൊ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത് the following step അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് obtained by the cumulative frequency അല്ലെ. cumulative frequency എന്ന് പറയുമ്പോൾ അല്ലെ
നമ്മളെ എല്ലാ ഫ്രീക്വൻസി തമ്മിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. അതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ ഏത് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ, ഡിറ്റർമിൻ ദി സൈസ് ഓഫ് n+1 by 2th item n be the total frequency. ഇവിടെ n ക്യാപിറ്റൽ n ആണ്, അത് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? n+1 byth ഐറ്റം കണ്ടുപിടിക്കുക അല്ലെ. അതിനുശേഷം എന്താ തേർഡ് സ്റ്റെപ്പ്, ഇഫ് there are odd number but ആ n+1 byth ഐറ്റം ഓഡ് ആണെങ്കിൽ median is located by the median value of the variable whose cumulative frequency the value of n+1 byth item falls. അതിന് കറസ്പോണ്ടിങ് ആയ നമ്മള് എക്സ് വാല്യൂ എടുക്കുക, അതായിരിക്കും നമ്മളെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഈ കിട്ടിയ വാല്യൂ ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് പറയുന്നത്? മീഡിയൻ ഈസ് ലൊക്കേറ്റഡ് ബൈ ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ ഹൂസ് അവറേജ് ഓഫ് ദി ബിലോ ദി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ദി വാല്യൂ ഓഫ് n+1 byth ഐറ്റം ഓഫ്. ഇവിടെ n+1 byth ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ വേരിയബിൾ എക്സ് വേരിയബിൾ ആണെങ്കിൽ എക്സ് എടുക്കുക, അതേപോലെ അതിന്റെ തൊട്ട് താഴത്തെ വേരിയബിൾ സെലക്ട് ചെയ്യുക, അത് തമ്മിൽ അവറേജ് കാണുക, അതായിരിക്കും നമ്മളെ മീഡിയൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. First question, calculate the median for the following data. Size, frequency. But 4, 5, 6, 7, 8, 9, 10. But 6, 12, 15, 28, 20, 44 ആണ്. അവർ ഈ ടേബിൾ വാല്യൂ മാറ്റി വരച്ചു. നമുക്കറിയാം സൈസ് ഞാൻ എക്സ് എന്ന് കൊടുത്തു, ഫ്രീക്വൻസി എഫ് എന്ന് കൊടുത്തു. സൈസ് ആണ് 4, 5, 6, 7, 8, 9, 10. ഫ്രീക്വൻസി ആണ് 6, 12, 15, 28, 20, 24, 4 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യാം, അത് നമ്മള് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. അപ്പൊ 6 + 12 + 15 + 28 + 20 + 24 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ആദ്യം 6, ഇനി 6 + 12 എന്ന് പറഞ്ഞാൽ എത്ര? 18 ആണ്. 18 + 15 എന്ന് പറഞ്ഞാൽ 33, 33 + 28 എന്ന് പറഞ്ഞാൽ 61, 61 + 20 എന്ന് പറഞ്ഞാൽ എത്ര? 81, 81 + 24 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 95, 95 + 4 എന്ന് പറഞ്ഞാൽ 99 ആണ് അല്ലെ. ഇവിടെ 99 കിട്ടി, ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസിയും 99. അപ്പൊ നമ്മൾ അഡീഷൻ നടക്കുക തെറ്റില്ല എന്ന് മനസ്സിലാവും. ഇനി എന്താ ഇവിടെ പറയണേ? ഇനി ഇവിടെ നോക്കുക 99 ആണ്, അഥവാ ഇത് n ഈക്വൽ ടു എത്ര നമുക്ക് 99, അത് ഈസ് ഓഡ് ആണ്. അപ്പൊ 99 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. അപ്പൊ അതിന്റെ എന്താ നമുക്ക് പറയാം? ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ n+1 by 2th ഐറ്റം ആണ്. ഇവിടെ ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ 99 ആണ്, +1 by 2 ഐറ്റം. അപ്പൊ എന്താ 100 by 2th ഐറ്റം അല്ലെ. 100 by 2 എന്ന് പറഞ്ഞാൽ 50th ഐറ്റം ആണ്. ഈ 50th ടേം എവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ നോക്കാം? ഇവിടെ നോക്കാം, ഇവിടെ 33 കഴിഞ്ഞ് പിന്നെ 61 ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യും ആര്? 50. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ സെലക്ട് ചെയ്യുക. എക്സ് വാല്യൂ ഇവിടെ എത്രയാണ്? 7 ആണ്. അപ്പൊ ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അപ്പൊ therefore മീഡിയൻ ഈക്വൽ ടു എന്തായി? 7 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ഹൈറ്റ് 160, 164, 170, 173, 178, 180, 182. The number of soldiers 1, 2, 10, 22, 19, 14, 2 ആണ്. ഇനി ഇത് ടേബിളിലേക്ക് മാറ്റി വരയ്ക്കാം. അപ്പൊ ഹൈറ്റ് ഞാൻ എക്സ് എന്ന് കൊടുത്തു, നമ്പർ ഓഫ് സോൾജേഴ്സിന് എഫ് എന്ന് കൊടുത്തു. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്. അപ്പൊ 160, 164, 170, 173, 178, 180, 182. ഈ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്നാണ് എഫ് ആണ്. 1, 2, 10, 22, 19, 14, 2 അല്ലെ. ഇത് മൊത്തം ആഡ് ചെയ്തതാണ് നമ്മള് എന്താണ് ക്യാപിറ്റൽ തന്നെ. അപ്പൊ ആഡ് ചെയ്യാം 1 + 2 + 10 + 22 + 19 + 14 + 2 എന്ന് ആഡ് എത്ര വരും? 70 വരും. അപ്പൊ ക്യാപിറ്റൽ തന്നെ 70 ആയി. ഇനി അടുത്ത് നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 1 അടുത്ത് 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 10 എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 + 22 എന്ന് പറഞ്ഞാൽ 35 ആണ്. 35 + 19 എന്ന് പറഞ്ഞാൽ 54 ആണ്. 54 + 14 എന്ന് പറഞ്ഞാൽ 68. 68 + 2 എന്ന് പറഞ്ഞാൽ 70 അല്ലെ. ഇവിടെ കിട്ടിയ വാല്യൂ ഇവിടെ വാല്യൂ എന്താണ്? സെയിം ആണ്. ഇവിടെ ക്യാപിറ്റൽ n കിട്ടിയത് 70. 70 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്കറിയാം ഇതെന്താണ് അവറേജസ് കണ്ടുപിടിക്കണം. ഒന്ന് എങ്ങനെ നോക്കാം. അപ്പൊ ആദ്യം മീഡിയൻ കാണാൻ മീഡിയൻ ഈക്വൽ ടു എന്താണ്? n+1 by 2th ഐറ്റം ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 70 + 1 by 2th ഐറ്റം അല്ലെ. അപ്പൊ ഈക്വൽ ടു എന്താ? 71 by 2th ഐറ്റം. ഈ 71 by 2 എന്ന് പറഞ്ഞാൽ 35.5th ഐറ്റം. ഇവിടെ നമുക്ക് കിട്ടിയത് 35
5th ഐറ്റം ആണ്. അപ്പൊ നമുക്ക് 35 ഇവിടെയാണ് അല്ലെ, 35 കഴിഞ്ഞ ഇവിടെ 54, ഇതിന്റെ ഇടയിലാണ് വരുന്നത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം, മീഡിയൻ ഈക്വൽ ടു എന്താണ് അല്ലെ, ഇവിടെ 35th ഐറ്റം പ്ലസ് അടുത്തത് 36th ഐറ്റം ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ 35th ഐറ്റം എവിടെയാണ്, 173ലാണ്, പ്ലസ് 36th ഐറ്റം വരുന്നത് എവിടെയാണ് അല്ലെ, നമ്മൾ 54 അവിടെ എത്രയാണ്, 178 ആണ്. അപ്പൊ പ്ലസ് 178 ബൈ 2, ഇപ്പൊ ഈക്വൽ ടു എത്രയാണ്, 173 പ്ലസ് 178 എന്ന് പറഞ്ഞാൽ 351 ബൈ 2 എത്രയാണ് അല്ലെ, 175.5 ആണ് വരിക. ഇവിടെ നോക്കുക ഈവൻ നമ്പർ വന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞത് ഇവിടെ അല്ലെ 175.5 ആണ്. തേർഡ് വൺ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. The determinant of the median is continuous frequency distribution of the following step. First one, compute the cumulative frequency. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതാണ് ലെസ് ദാൻ cumulative frequency ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് വൺ, determine the size of n by 2th item ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ടോട്ടൽ ഫ്രീക്വൻസി അതിന്റെ ബൈ 2 ഡിവിഷൻ നടത്തുക, അത് ഡിറ്റർമിൻ ചെയ്യാം. ഇനി തേർഡ് വൺ, locate the median class the cumulative frequency column where the size of n by 2th item falls അല്ലെ. അപ്പൊ ആദ്യം ഈ n by 2th ഐറ്റം കണ്ടുപിടിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ക്ലാസ് ഇത് 0 to 10, 10 to 20 അല്ലെ. ഇവിടെ f എന്ന് പറഞ്ഞാൽ 2, 4 എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ cumulative frequency 2, 6. ഇപ്പൊ നമുക്ക് കണ്ടെത്തിയ ഇതാണ് വിചാരിക്കുക, ഏത് നമ്മള് n by 2th ഐറ്റം കണ്ടുപിടിക്കുമ്പോൾ ഇത് കിട്ടി. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയ ക്ലാസ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ആണ്, 10 to 20 സെലക്ട് ചെയ്യുക, അതാണ് പറഞ്ഞത് ഇവിടെ. അപ്പോൾ ലൊക്കേറ്റ് ദി മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് മീഡിയൻ ക്ലാസ്, 10 to 20 ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഒബ്റ്റെയിൻ ദി ഫോർമുല വാല്യൂ അപ്ലൈ ദി ഫോർമുല അല്ലെ. അപ്പൊ ഒരു ഫോർമുലയാണ് പറയുന്നത്. ഫോർമുല പറയുന്നത് മീഡിയൻ ഈക്വൽ ടു L plus n by 2 മൈനസ് cumulative ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ f into c ആണ്. ഇവിടെ നോക്കുക n by 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മീഡിയൻ ക്ലാസ് ആണ്. L എന്ന് പറയുമ്പോൾ എന്താണ് ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് ആണ് അല്ലെ. തൊട്ട് മുമ്പ് പറഞ്ഞ 10 to 20 എന്ന് പറഞ്ഞു. അപ്പൊ ലോവർ ലിമിറ്റ് ആണ് ഇതിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. ഇതാണ് ലോവർ ലിമിറ്റ്. ഈ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്താണ് 10 ആണ്. അതിനെ L ആക്കി എടുക്കുക. ഇനി cumulative ഫ്രീക്വൻസി ഇവിടെ പറയുന്നത് CF എന്ന് പറയുമ്പോൾ എന്താണ് cumulative ഫ്രീക്വൻസി ഓഫ് ദി പ്രിസീഡിംഗ് ക്ലാസ് ആണ്. എന്താണ് എന്ന് പറഞ്ഞാൽ എബോവ് മീഡിയൻ ക്ലാസ്. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഇവിടെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. cumulative ഫ്രീക്വൻസി ഇവിടെ എങ്ങനെ 2, 4 എങ്ങനെ ഉണ്ടാവും 6. അപ്പൊ ഈ 4നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ തൊട്ട് മുകളിലത്തെ ആയിരിക്കും ഇവിടെ CF ആക്കി സെലക്ട് ചെയ്യേണ്ടത്. ഇനി F എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ് അല്ലെ. ഇവിടെ F ഉണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് നമ്മുടെ ഫ്രീക്വൻസി. ഈ ക്ലാസ് C എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ആണ്. ഇതിന്റെ ലെങ്ത് എന്താണ് 20 - 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. അതാണ് C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബേസ്ഡ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി. ഈ ക്ലാസ് 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഇനി ഫ്രീക്വൻസി 5, 15, 13, 40 to 50 ആണ്. ഈ ടേബിളിലേക്ക് മാറ്റുക. അപ്പൊ ക്ലാസ് എഴുതി ഫ്രീക്വൻസി ആയി cumulative ഫ്രീക്വൻസി. ഇനി 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഫ്രീക്വൻസി 5, 10, 15, 12, 8. ഇനി ഇതിന്റെ ക്യാപിറ്റൽ അഥവാ ടോട്ടൽ ഫ്രീക്വൻസി കാണാം. അപ്പൊ 5 plus 10 plus 15 plus 12 plus 8 equal to 50. ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് ഇതിന്റെ cumulative ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പൊ 5, ഇനി 5 plus 10 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 plus 15 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 plus 12 എന്ന് പറഞ്ഞാൽ 42 ആയി. 42 plus 8 എന്ന് പറഞ്ഞാൽ 50 ആയി. അപ്പൊ ഈ വാല്യൂ ശരിയായി. നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. n by 2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. n by 2 കണ്ടുപിടിക്കാറുമ്പോൾ n ഇവിടെ എത്ര 50 by 2 ഈക്വൽ ടു എത്രയാണ് 25. ഇവിടെ നമുക്ക് 25 നമുക്ക് കിട്ടിയത്. ഈ 25 cumulative ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നത് നോക്കാം അല്ലെ. 50 വരില്ല, 30 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ 30 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതാണ് ഈ ടേബിളിൽ നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരാണ് 10 to 15 നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇതാ മീഡിയൻ ക്ലാസ് ഏതാണ് 10 to 15 ആണ്. നമുക്ക് ഇക്വേഷൻ അറിയുമ്പോൾ എന്താണ് മീഡിയൻ ഈക്വൽ ടു എന്തായിരുന്നു L പ്ലസ് അല്ലെ n by 2 മൈനസ് cumulative ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ f into c ആണ്. ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് നമ്മുടെ എത്ര 10 ആണ്. അപ്പൊ L ഈക്വൽ ടു എത്ര 10 ആയി. ഇനി അടുത്തത് n by 2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ കണ്ടെത്തി എത്രയാണ് അത് 25 ആണ്.
ഇനി അടുത്ത cumulative frequency above the class. അപ്പൊ തന്ന മീഡിയൻ ക്ലാസിന്റെ above the class ആണ്. ഇവിടെ 30 നമുക്ക് cumulative frequency ഇല്ല 25 ഉൾപ്പെടുന്നത്. അതിന് above the class എന്ന് പറയുമ്പോൾ എന്താണ് 15 ആണ്. അപ്പൊ cumulative frequency ഇവിടെ എത്രയാണ് 15 ആണ്. ഇനി അടുത്ത ഫ്രീക്വൻസി അല്ലെ എഫ് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ് നോക്കാം 15 ആണ്. അപ്പൊ അതും 15 ആണ്. ഇനി ഇവിടെ സി എന്ന് പറയുമ്പോൾ അല്ലെ എന്താണ് ക്ലാസ്സിന് 15 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര വരിക അതും 5 ആണ്. അപ്പൊ നമുക്ക് ലോവർ ലിമിറ്റ് കണ്ടെത്തി n/2 കണ്ടെത്തി cumulative frequency കണ്ടെത്തി എഫ് കണ്ടെത്തി ക്ലാസ് ഇന്റർവെലും കണ്ടെത്തി. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ മീഡിയൻ ഈക്വൽ ടു ഇക്വേഷൻ ഒന്നുകൂടി എഴുതാണ് എന്താണ് എൽ പ്ലസ് എന്താണ് n/2 മൈനസ് cumulative frequency ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി ആണ്. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് അല്ലെ 10 ആണ് പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ 25 ആണ്. cumulative frequency above the class എന്ന് പറഞ്ഞാൽ 15 ആണ്. ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 15 ആണ്. ക്ലാസ് ഇന്റർവെൽ 5 ആണ്. അപ്പൊ ഈക്വൽ ടു 10 പ്ലസ് 25 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 10 ആണ് ബൈ 15 ഇൻറ്റു 5 ഈക്വൽ ടു 10 പ്ലസ് 15 5 വെട്ടിപ്പോയ എത്രയാണ് 3 ആയി. ഇപ്പൊ 10/3 ഈക്വൽ ടു എന്തായി പ്ലസ് 10/3 എത്ര 3.33 ആണ് ഈക്വൽ ടു 13.33. അപ്പൊ ഇതാണ് ഇതിന്റെ മീഡിയൻ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി 0 to 6, 7 to 13, 14 to 20, 21 to 27, 28 to 34, 35 to 41. ഫ്രീക്വൻസി 8, 17, 28, 15, 9, 3 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 0 to 6 പിന്നെ 7 to 13 ആണ്. അപ്പൊ ഇത് ഏതാണ് ഇൻക്ലൂസീവ് ക്ലാസ് ആക്കി തന്നത്. നമുക്ക് ഇതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റാം അഥവാ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റി. അപ്പൊ ആദ്യം ടേബിളിലേക്ക് മാറ്റി അല്ലെ. അപ്പൊ ക്ലാസ് ഫ്രീക്വൻസി cumulative frequency ആക്ച്വൽ ക്ലാസ് ആണെങ്കിൽ ഇവിടെ ആദ്യം നമുക്ക് ആക്ച്വൽ ക്ലാസ് എഴുതാം പിന്നെ cumulative frequency എഴുതാനും മതി കുഴപ്പമൊന്നുമില്ല. ഈ ക്ലാസ് പറയുന്നത് 0 to 6, 7 to 13, 14 to 20, 21 to 27, 28 to 34, 35 to 41. ഫ്രീക്വൻസി 8, 17, 28, 15, 9, 3 ആണ്. അപ്പൊ ഇനി ടോട്ടൽ സം ആണ് അതാണ് നമ്മൾ ക്യാപിറ്റൽ തന്നെ. അപ്പൊ ടോട്ടൽ എടുത്താൽ 8 പ്ലസ് 17 പ്ലസ് 28 പ്ലസ് 15 പ്ലസ് 9 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 80 വരും. അപ്പൊ നമുക്ക് ടോട്ടൽ അല്ല ഫ്രീക്വൻസി കിട്ടി. അതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് 80 ആണ്. ഇനി അടുത്തെന്താണ് cumulative frequency അല്ലെ. ആദ്യം ഇവിടെ 8 എടുത്തേരി 8 പ്ലസ് 17 എന്നാണ് 25, 25 പ്ലസ് 28 എന്നാണ് 53, 53 പ്ലസ് 15 എന്ന് പറയുമ്പോൾ എത്രയാണ് 68, 68 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 77, 77 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 80 അല്ലെ. അപ്പൊ രണ്ട് വാല്യൂ സെയിം ആണ്. ഇതിനെ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നോക്കുക ഒരു സബ്ട്രാക്ട് ചെയ്യുക 0.5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 0.5 ആയി ടു 6.5 അല്ലെ. ഇവിടെ 0.5 ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് 6.5 ടു 13.5, അടുത്ത 13.5 ടു 20.5, അടുത്ത 20.5 ടു 27.5, അടുത്ത 27.5 ടു 34.5, അടുത്ത 34.2 41.5. അപ്പൊ എന്തിട്ട് ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റി. ഇനി അവിടെ n/2 കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ ഇവിടെ 80 ആണ്. /2 എന്ന് പറഞ്ഞാൽ 40 ആണ്. ഈ 40 എവിടെ നമ്മുടെ cumulative frequency വരുന്നത് നോക്കാം അല്ലെ. അത് എവിടെ 40 വരുന്നത് ഇവിടെ 25 ആണ് ഇവിടെ 50. അപ്പൊ ഇതിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാ നമുക്ക് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് 13.5 മുതൽ 20.5 ആണ്. ഇവിടെ നോക്കുക നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് മാറ്റിയത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മീഡിയൻ ക്ലാസ് അഥവാ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റിയ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ തന്ന ഇതിലല്ല എടുക്കേണ്ടത് അല്ലെ. ഇവിടെ നോക്കുക ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റിയത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ എത്ര മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ 13.5 മുതൽ 20.5 വരെയാണ്. മീഡിയൻ ക്ലാസ് ഏതാണ് 13.5 ടു 20.5 അല്ലെ. അപ്പൊ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മീഡിയൻ ഈക്വൽ ടു എന്താണ് എൽ പ്ലസ് n/2 മൈനസ് cumulative frequency ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി ആണ്. ഇതിൽ എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് അതായത് 13.5 ആണ്. ഇനി അടുത്താണ് cumulative frequency എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് 53 above ദി ക്ലാസ് എത്ര 25 ആണ്. ഇനി അടുത്തതാണ് എഫ് കാരണം ഇതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്ര 28. ഇനി സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് അല്ലെ. അപ്പൊ 20.5 മൈനസ് 13.5 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ അതിന്റെ ക്ലാസ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര 7 ആണ്. അപ്പൊ ഞാൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം.
അപ്പം മീഡിയൻ ഈക്വൽ ടു ഒന്നുകൂടി ഇക്വേഷൻ എഴുതാണ് എൽ പ്ലസ് എന്താണ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി ആണ്. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ 13.5 ആണ്, n/2 എന്ന് പറഞ്ഞാൽ 40 ആണ്, മൈനസ് സി എഫ് എന്ന് പറഞ്ഞാൽ 25 ആണ്, ഡിവൈഡഡ് ബൈ 28 ഇൻറ്റു 7 ആണ്, ഈക്വൽ ടു 13.5 പ്ലസ് 40 25 കുറച്ച് കഴിഞ്ഞാൽ 15 ആണ്, ബൈ 28 ഇൻറ്റു 7 ഈക്വൽ ടു 13.5 പ്ലസ് അല്ലെ 7 25 ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ 4 ആണ്, ഈക്വൽ ടു 13.5 പ്ലസ് 15/4 എന്ന് പറഞ്ഞാൽ 3.75 ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ 17.25. അപ്പൊ ഇതാണ് മീഡിയൻ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ ക്ലാസ് ഫ്രീക്വൻസി. ഇവിടെ 4 to 8, 18 to 12, 12 to 16, 16 to 20, 20 to 24. ഫ്രീക്വൻസി 3, 7, 16, 8, 2 അല്ലെ. അത് ഇത് തന്നിട്ടുള്ളതാണ്, ഇൻക്ലൂസീവ് അല്ല എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ ഉള്ള തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ആക്ച്വൽ ക്ലാസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നേരെ ടേബിളിലേക്ക് മാറ്റുക. ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24 ആണ്. ഫ്രീക്വൻസി 3, 7, 16, 8, 2. ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്യാം. അപ്പൊ 3 plus 7 plus 16 plus 8 plus 2 എന്ന് പറഞ്ഞ വാല്യൂ 36 ആണ്. ഇതിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. 3 plus 7 എന്ന് പറഞ്ഞാൽ 10, 10 plus 16 എന്ന് പറഞ്ഞാൽ 26, 26 plus 8 എന്ന് പറഞ്ഞാൽ 34, 34 plus 2 എന്ന് പറഞ്ഞാൽ 36 ആയി. അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കണം അല്ലെ, മീഡിയൻ ക്ലാസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി n/2 കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ 36/2 ആണ്, എത്രയാണ് 18 ആണ്. അപ്പൊ ഇനി 18 വരെ ഏത് ഭാഗത്താണ് നോക്കുക. 10 കഴിഞ്ഞ ഇവിടെ 26 ആണ്, 26ലാണ് ഇവിടെ 18 എന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് വരുന്നത് അല്ലെ, ഈ 12 to 16 ആണ് ഇവിടെ മീഡിയൻ ക്ലാസ് വരുന്നത്. അപ്പൊ മീഡിയൻ ക്ലാസ് അടുത്തടുത്ത് 12 to 16 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്, ഈക്വൽ ടു എൽ പ്ലസ് എന്താണ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ എഫ് ഇൻറ്റു സി ആണ്. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ് എത്രയാണ് 12 ആണ്, n/2 നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 18 ആണ്. ഇനി അടുത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബവ് ദി ക്ലാസ് 26ന്റെ എബവ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി അടുത്തത് എഫ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ എത്ര 16 ആണ്. അടുത്ത സി എന്ന് പറഞ്ഞാൽ 16 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ മീഡിയൻ ഈക്വൽ ടു ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാണ് എൽ പ്ലസ് എന്താണ് n/2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു സി ആണ്. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ 12 ആണ്, n/2 പറഞ്ഞാൽ 18 ആണ്, സി എഫ് എന്ന് പറഞ്ഞാൽ 10 ആണ്, എഫ് എന്ന് പറഞ്ഞാൽ 16 ആണ്, ഇൻറ്റു 4 ആയി, ഈക്വൽ ടു 12 പ്ലസ് 18 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി 16 ഇൻറ്റു 4 ആയി, ഈക്വൽ ടു 12 പ്ലസ് അല്ലെ ഇത് ക്യാൻസൽ ചെയ്ത് പോയി എന്തായി 8/16 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 4 ആയി, ഈക്വൽ ടു 12 പ്ലസ് അല്ലെ ഇതിനെ ക്യാൻസൽ ചെയ്ത് 2 ഈക്വൽ ടു എന്തായി 12 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 14. അപ്പൊ അവിടെ മീഡിയൻ എത്ര വരുന്നത് 14 ആണ്. അടുത്ത മെറിറ്റ് ഓഫ് മീഡിയൻ ആണ്. ഫസ്റ്റ് വൺ, മീഡിയൻ can be calculated in all distribution. Second one, median can be understood even by the common people. അല്ലെ എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. അതാണ് മിഡിൽ വാല്യൂ ഓഫ് ദി വാല്യൂ ആണ് നമ്മൾ മീഡിയൻ എന്ന്. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ മീഡിയൻ ക്യാൻ ബി അസേർട്ടഡ് ഈവൻ വിത്തൗട്ട് എക്സ്ട്രീമ ഐറ്റംസ് ആണ്. അടുത്ത ഇറ്റ് ക്യാൻ ലൊക്കേറ്റഡ് ഗ്രാഫിക്കലി അല്ലെ. മീഡിയം നമുക്ക് ഗ്രാഫിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഒജീവ് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ പറയുന്നത് മീഡിയൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫിഫ്ത് വൺ, ഇറ്റ് മോസ്റ്റ്ലി യൂസ്ഫുൾ ഡീലിംഗ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെ. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഹോണസ്റ്റി അല്ലെ, ഐ കളർ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മീഡിയനിലാണ് പറ്റുന്നത്. അപ്പോൾ ഇതാണ് മോസ്റ്റ് യൂസ്ഫുൾ ഡീലിംഗ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. ഇനി അടുത്ത ലിമിറ്റേഷൻ ഓഫ് ദി മീഡിയൻ ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദി ഐറ്റം അല്ലെ. എല്ലാ ബേസ് ചെയ്യുന്നില്ല ഐറ്റംസിനെ. കാരണം ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ മീഡിയന്. ഇറ്റ് അഫക്റ്റഡ് ദി ഫ്ലക്ച്വേഷൻ ഓഫ് ദി സാമ്പിൾ അല്ലെ. സാമ്പിൾ ഫ്ലക്ച്വേഷൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഫോർ ദി ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ. ഇത് ഫർദർ ആയിട്ട് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ചെയ്ത് നോക്കുക. മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസിയിലെ അവറേജസിലെ ഫിഫ്ത് വൺ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മോഡാണ്. ഈ മോഡ് ഡെഫിനിഷൻ നോക്കാം. മോഡ് ഈസ് ദി വാല്യൂ ഓഫ് ദി ഐറ്റം സീരീസ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി. ഇപ്പൊ മോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ആരാണോ അതാണ് ഇവിടെ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പൊസിഷൻ അവറേജസും കൂടിയാണ്. പൊസിഷൻ അവറേജസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്, മോഡ്,
മീഡിയൻ ആണ്. ബാക്കിയുള്ളത് ആരൊക്കെയാണ് അല്ലെ? മാത്തമാറ്റിക്കൽ അവറേജസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ, ഹാർമോണിക് മീൻ, ജിയോമെട്രിക് മീൻ ഒക്കെ മാത്തമാറ്റിക്കൽ അവറേജസ് ആണ്. പൊസിഷണൽ അവറേജസ് എന്ന് പറയുന്നത് മോഡ്, മീഡിയൻ ആണ്. ഇനി ഇതിനെ അൺഗ്രൂപ്പ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിലെ ഫസ്റ്റ് വൺ ആയ അൺഗ്രൂപ്പ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് ഓർ റോ ഡാറ്റ ആണ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻ ദി കേസ് ഓഫ് റോ ഡാറ്റ ദി വാല്യൂ വിച്ച് ഒക്കർ മോർ നമ്പർ ഓഫ് ടൈംസ് ഈസ് മോഡ് അല്ലെ. അപ്പൊ റോ ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഒക്കർ ചെയ്യുന്നത് ആരാണോ അതാണ് നമ്മളെ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മോഡ് ഓഫ് 9, 9, 10, 11, 11, 11, 12, 14, 14, 17 ആണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ മോഡ് അത് ഏത് രീതിയിലാണ്? റോ ഡാറ്റയിലാണ്. ഇവിടെ നോക്കാൻ 9 ഉണ്ട്. 9 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 9 2 പ്രാവശ്യം അല്ലെ. അടുത്ത് 10 ആണ്. 10 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 1 പ്രാവശ്യമുള്ളൂ. അടുത്ത് 11 ആണ്. 11 എത്ര പ്രാവശ്യം? 1 2 3 അല്ലെ, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 12 ഒരു പ്രാവശ്യം. 14 എത്ര പ്രാവശ്യം? 12 അല്ലെ, 2 പ്രാവശ്യം. 17 എത്ര? 1 പ്രാവശ്യം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ആരാണ്? ഇവിടെ 11 ആണ്. അപ്പൊ 11 ആണ് ഇവിടെ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ മോഡ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? ഈക്വൽ ടു 11 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ആരാണ് നോക്കുക? നമ്പർ നോക്കുക. അതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദി മോഡ് ഓഫ് 420, 395, 342, 444, 551, 395, 425, 417, 395, 401, 390 ആണ്. ഇവിടെ നോക്കുക, നമ്മൾ കാണാൻ പറയുന്നത് മോഡാണ്. എത്ര മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് വേണ്ടത്. അപ്പൊ ഓരോന്ന് നോക്കാം. 420 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ? ഒരു പ്രാവശ്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 395 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒന്നുണ്ട് അല്ലെ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ. അപ്പൊ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 342 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? അല്ലെ, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 444 എത്ര? ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്. 551 എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ 395 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത് ഇവിടെ എത്രയാണ്? അല്ലെ, 425 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്? 1 പ്രാവശ്യമാണ്. ഈ 417 എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ 395 നമ്മൾ ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്താണ്, 3 പ്രാവശ്യമാണ്. ഈ 401 എത്ര പ്രാവശ്യമാണ്? 1 ആണ്. ഈ 390 എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 1. ഇവിടെ മോസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ആരാണ്? അല്ലെ, 395. അപ്പൊ മോഡ് ഈക്വൽ ടു എത്ര? ഇവിടെ 3 ആണ്. സെക്കൻഡ് വൺ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. In the case of a grouped frequency distribution, mode can be located simply inspection. Here where having maximum frequency will taken as a mode. ഇവിടെ നോക്കാം, മാക്സിമം ഫ്രീക്വൻസി ആരാണോ അവരാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മള് റോ ഡാറ്റയിൽ ആരായിരുന്നു? മാക്സിമം റിപ്പീറ്റ് ചെയ്ത വ്യക്തിയാണ് നമ്മളെ മോഡാക്കി എടുത്തത്. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നതും. മാക്സിമം പ്രാവശ്യം ആരാണോ റിപ്പീറ്റ് ചെയ്തത് അവരായിരിക്കും നമ്മള് ആര് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. Calculate the mode for the following data: x 10, 12, 14, 16, 18, 20, 22. ഈ ഫ്രീക്വൻസി 4, 6, 10, 11, 21, 10, 5 ആണ്. ഈ ഒരു ടേബിളിലേക്ക് നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് മോഡ് ഇത് ഏതാണ്? ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. ഇപ്പൊ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി മനസ്സിലാക്കിയാണ്. ഇവിടെ ക്ലാസുകൾ തന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഫ്രീക്വൻസി വന്നാൽ അപ്പൊ ഫ്രീക്വൻസി ആണ്. ഇനി ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് അല്ലെ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ആണ്. ഇവിടെ എന്താണ്? ഡിസ്ക്രീറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ നമ്മൾ എങ്ങനെ മോഡ് കണ്ടുപിടിക്കുക? ഈ ഹയസ്റ്റ് അല്ലെ ഫ്രീക്വൻസി ആരാ നോക്കുക, അവരെ സെലക്ട് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഹയസ്റ്റ് ആരാ വരുന്നത്? ഇവിടെ 21 ആണ് ഫ്രീക്വൻസി വരുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. അപ്പൊ മോഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എത്രയാണ് വരുന്നത്? 18. അപ്പൊ മോഡ് ഈക്വൽ ടു എത്രയാണ്? 18 ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മോഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ x 3, 4, 5, 6, 7, 8, 9. ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 10, 25, 32, 38, 61, 47, 34 ആണ് അല്ലെ. അപ്പൊ ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ആയത് മോഡ് ആകുമ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി ആരാ നോക്കുക? ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി നോക്കുമ്പോൾ 61 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ അത് നമ്മളെ മോഡ്. അപ്പൊ മോഡ് ഈക്വൽ ടു 7 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ മോഡ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഈ തേർഡ് വൺ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. In a continuous frequency distribution, frequencies are given the various classes. അപ്പൊ തന്നിട്ടുള്ളത് ക്ലാസസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. Now
ക്ലാസ്സസ് ഹാവ് മാക്സിമം ഫ്രീക്വൻസി ഈസ് കാൾഡ് മോഡൽ ക്ലാസ് അല്ലെ. അപ്പൊ മീഡിയൻ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ എങ്ങനെ നമ്മൾ n/2 കണ്ടുപിടിച്ചിരുന്നു അല്ലെ. അതായിരിക്കും നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ ഇതേപോലെ ഇവിടെ പറയുന്നതാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ആരാണ്, മാക്സിമം ഫ്രീക്വൻസി ആരാ നോക്കുക, അവരാണ് നമ്മളെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. അവരെ സെലക്ട് ചെയ്യാന്നാ പറയുന്നത്. ഈ ഇക്വേഷനിലേക്ക് പോകാം. ഇക്വേഷൻ പറയുന്നത് മോഡ് ഈക്വൽ ടു എൽ പ്ലസ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2f1 മൈനസ് f0 മൈനസ് f2 ഇൻറ്റു സി ആണ്. ഇനി എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ്. ഇനി f0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് പ്രൊസീഡിങ് എബവ് ദി മോഡൽ ക്ലാസ് അല്ലെ. നമ്മൾ മീഡിയം കണ്ടുകഴിയുമ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു അവിടെ അല്ലെ എബവ് ദി മോഡൽ മീഡിയം ക്ലാസ്സിന് അവിടുത്തെ ആരായിരുന്നു, ഇവിടെ സി എഫ് ആയിരുന്നു. ആ സി എഫ് സ്ഥാനത്ത് ആരായി മാറി, f0 ആയിരുന്നുള്ളൂ. ഇനി f1 എന്ന ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് അല്ലെ, അവിടെ ഫ്രീക്വൻസി എഫിൽ എടുത്തവിടെ f1 ആയി. ഇനി f2 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് സക്സീഡിങ് ഓൺ ബിലോ ദി മോഡൽ ക്ലാസ് അല്ലെ. മോഡൽ ക്ലാസിന്റെ അഥവാ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബോവ് കണ്ടുപിടിച്ചിരുന്നു, അതിന്റെ ബിലോ ആണ് നമ്മൾ പറയുന്നത് f2 ആണ്. ഇനി സി എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 0 to 10, 10 to 20, 20 to 30, 30 to 40. ഇനി ഫ്രീക്വൻസി ഒരു 1, ഒരു 3, ഇവിടെ ഒരു 16 എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു 8 എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്നത്. നമ്മൾ ഇവിടെ എന്താ പറയണേ അല്ല, മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ആരാ നോക്കുക, ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ആരാ 16 ആണ്. അപ്പൊ ഇതാണ് നമ്മളെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ആരാ 20 to 30 വന്നു. ഇനി ഇതിൽ ആരെ കിടക്കണേ, എല്ല് പറഞ്ഞ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് നമ്മുടെ എത്ര 20. അപ്പൊ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് 20 ആണ്. ഇതിനകത്ത് f0 ആണ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ദി എബവ് ദി മോഡൽ ക്ലാസ്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി, ഇതിന്റെ മോഡൽ ക്ലാസിന്റെ എബവ് ദി ക്ലാസ് ഫ്രീക്വൻസി അവിടെ എത്രയാണ് 3 ആണ്. അപ്പൊ f0 എന്ന് പറഞ്ഞാൽ അവിടെ 3 ആയി. ഇനി അടുത്താണ് f1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ്. ഇതിന്റെ കറസ്പോണ്ടിങ് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി ഇവിടെ 16 ആണ്. അപ്പൊ ഇത് 16 ആയി. ഇനി അടുത്തത് f2 എന്നാണ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് എക്സീഡിങ് ദി മോഡൽ ക്ലാസ് ആണ് ബിലോ ദി ക്ലാസ്. അപ്പൊ ഈ മോഡൽ ക്ലാസിന്റെ ബിലോ ഫ്രീക്വൻസി എത്ര 8. അപ്പൊ ഇത് 8 ആയി. ഇനി അടുത്തത് സി ആണ്. സി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിന്റെ ഒരു ലെങ്ത്. ഇപ്പൊ 30 മൈനസ് 20 എന്ന് പറയുമ്പോൾ എത്ര 10 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടിരിക്കുന്നത് അല്ലെ, മോഡ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മോഡ് കിട്ടും. നമുക്കൊരു എക്സാമ്പിളൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മോഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി ക്ലാസ് 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24. ഫ്രീക്വൻസി 3, 7, 16, 8, 2 ആണ്. ഇത് ടേബിളിലേക്ക് മാറ്റുക. ഇപ്പൊ ക്ലാസ് ഫ്രീക്വൻസി ഇനി 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24. ഫ്രീക്വൻസി ആണ് 3, 7, 16, 8, 12 ആണ്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ആരായിരുന്നു 16 ആണ്. അപ്പൊ നമുക്ക് കിട്ടി അല്ലെ, ഹയസ്റ്റ് മോഡൽ ക്ലാസ് കിട്ടി. ഇപ്പൊ മോഡൽ ക്ലാസ് പറയുന്നത് ഇപ്പൊ ഏതാ വരുന്നത്, ഇവിടെ 12 to 16 ആണ് ഇവിടെ മോഡൽ ക്ലാസ് വരുന്നത്. ഇവിടെ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത് അല്ലെ, മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ 12 to 16. അപ്പൊ മോഡ് ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം. മോഡ് ഈക്വൽ ടു എന്താണ്, എൽ പ്ലസ് ആണ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2f1 മൈനസ് f0 മൈനസ് f2 ഇൻറ്റു സി ആണ്. ഇവിടെ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് എത്ര 12 ആണ്. ഇനി അടുത്തത് f1 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല, മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്ര 16 ആണ്. ഇനി അടുത്ത f0 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ എബവ് ദി ഫ്രീക്വൻസി എത്ര 7 ആണ്. ഇനി f2 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ബിലോ ദി ഫ്രീക്വൻസി എത്ര 8 ആണ്. ഇനി സി എന്ന് പറഞ്ഞ ക്ലാസിന്റെ 16 മൈനസ് 12 എന്ന് എത്ര 4 ആണ്. അപ്പൊ എല്ലാ വാല്യൂസും കിട്ടിയല്ലോ. ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ 12 പ്ലസ് ഇനി f1 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് അല്ല 16 ആണ്. ഇനി f0 എന്ന് പറഞ്ഞാൽ 7 ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു f1 എന്ന് പറയുമ്പോൾ എത്ര 16, f0 എന്ന് പറയുമ്പോൾ 7, f2 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 4 ആണ്. ഈക്വൽ ടു 12 പ്ലസ് അല്ലെ 16 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഈ 2 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 32 ആണ്. ഇനി മൈനസ് 7 മൈനസ് 8 ചെയ്യുമ്പോൾ മൈനസ് 15 ആണ് ഇൻറ്റു 4 ഈക്വൽ ടു അല്ലെ 12 പ്ലസ് അല്ലെ അപ്പൊ 9 ബൈ അല്ലെ 32 മൈനസ് 15 ആണ് 17 ആണ് ഇൻറ്റു 4 ഈക്വൽ ടു 12 പ്ലസ് 9 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 36 ബൈ 17 ആണ് ഈക്വൽ ടു 12 പ്ലസ് 36 ബൈ 17 എന്ന് പറഞ്ഞാൽ 2.12 ആണ്. ആഡ് ചെയ്താൽ 14.12. അപ്പൊ ഇതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മോഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി
0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59. Frequency 5, 10, 17, 33, 22, 13 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 0 to 9, പിന്നെ 10 to 19 ആണ്. അപ്പോൾ ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവൽ ആണ്. ഇതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവലിലേക്ക് മാറ്റണം, അഥവാ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആദ്യ ടേബിളിലേക്ക് മാറ്റി ഈ ക്ലാസ് 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59 ആക്കി. ഫ്രീക്വൻസി 5, 10, 17, 33, 22, 39. ആക്ച്വൽ ക്ലാസ് അല്ലെ. ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ലോവർ ലിമിറ്റിന്റെ 0.5 സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റിനെ എന്ത് ചെയ്യുക 0.5 ആഡ് ചെയ്യുക. ഇവിടെ സബ്ട്രാക്ട് -0.5 to 9.5, 9.5 to 19.5, 19.5 to 29.5, 29.5 to 39.5, 39.5 to 49.5, 49.5 to 59.5. ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞത് മോഡൽ ക്ലാസ് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ വരുന്നത്? 33 ആണ്. അപ്പൊ 33ന്റെ അവിടെ കറക്റ്റ് വരുന്ന ക്ലാസ്സുകളാണ് നമ്മൾ മോഡൽ ക്ലാസ്. അപ്പൊ മോഡൽ ക്ലാസ് നോക്കുമ്പോൾ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ട് വേണം എടുക്കാൻ അല്ലെ. അപ്പൊ അതാണ് ഇവിടെ വരിക 29.5 to 39.5 ആണ് ഇവിടെ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 29.5 to 39.5 ആണ്. അപ്പൊ മോഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? L പ്ലസ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2 into f1 minus f0 minus f2 into c ആണ്. ഇതിൽ L എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ് ഓഫ് ദി മോഡൽ ആണ്. അപ്പൊ 29.5 ആണ്. ഇനി f1 എന്ന് പറഞ്ഞാൽ തന്നതിന്റെ ഫ്രീക്വൻസി 33 ആണ്. ഇനി f0 എന്ന് പറഞ്ഞാൽ എബോവ് 17 ആണ്. ഇനി f2 എന്ന് പറഞ്ഞാൽ ബിലോ ഏതാണ് 22 ആണ്. ഇനി c എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ് ഇന്റർവൽ ലെങ്ത് 39.5 മൈനസ് 29.5 സബ്ട്രാക്ട് ചെയ്താൽ 10 ആയി. ഇനി നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ എന്താണ് മോഡ് ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ എടുത്ത് എഴുതി, എന്താണ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2f1 മൈനസ് f0 മൈനസ് f2 ഇൻറ്റു c ഈക്വൽ ടു L എന്നാണ് 29.5 ആണ്, പ്ലസ് f1 എത്ര 33 ആണ്, മൈനസ് 17 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു f1 33, f0 എന്ന് പറഞ്ഞാൽ 17 ആണ്, മൈനസ് 22 ഇൻറ്റു 10 ആണ്, ഈക്വൽ ടു 29.5 പ്ലസ് 33 മൈനസ് 17 എന്ന് പറഞ്ഞാൽ 16 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 33 എന്ന് പറഞ്ഞാൽ 66 ആണ്, മൈനസ് 17 അല്ലെ 22 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി 39 ഇൻറ്റു 10 ആയി, ഈക്വൽ ടു 29.5 പ്ലസ് 16 ബൈ 66 മൈനസ് 39 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 27 ഇൻറ്റു 10 ആയി, ഈക്വൽ ടു 29.5 പ്ലസ് 10 ഇൻറ്റു 16 കുറിച്ചാൽ 160 ബൈ 27 ആയി, ഈക്വൽ ടു 29.5 പ്ലസ് ഡിവിഷൻ നടത്തിക്കുന്നത് 5.926 ആയി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 35.42 ആണ് ഇവിടെ മോഡ് വരുന്നത്. തേർഡ് വൺ, കാൽക്കുലേറ്റ് ദി മോഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഫ്രീക്വൻസി 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, frequency 8, 12, 25, 45, 11, 9. അപ്പോൾ ഇത് അങ്ങനെ ഇൻക്ലൂസീവ് ക്ലാസിന്റെ ഉള്ള എക്സ്ക്ലൂസീവ് ക്ലാസിന്റെ ഉള്ളതാണ്. അപ്പൊ ഇതിനെ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നേരെ ടേബിളിലേക്ക് മാറ്റി ക്ലാസ് ഫ്രീക്വൻസി 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, frequency 8, 12, 25, 45, 11, 9 ആണ്. ഇനി നമുക്കറിയാം മോഡൽ ക്ലാസ് ആദ്യം കണ്ടു. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ആരാണ്, അതാണ് കറക്റ്റ് അല്ലെ ക്ലാസ് എടുക്കുക. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി 45 ആണ്. ഇവിടെ അല്ലെ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ 40 to 450 ആണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. മോഡൽ ക്ലാസ് ഇവിടെ 40 to 50 ആണ് അല്ലെ. നമുക്ക് ഇക്വേഷൻ അറിയാം, മോഡ് ഈക്വൽ ടു എന്താണ് L പ്ലസ് എന്താണ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2f1 മൈനസ് f0 മൈനസ് f2 ഇൻറ്റു c ആണ്. ഇനി ഇവിടെ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ് 40 ആണ്. ഇനി f1 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് എത്ര 45 ആണ്. ഇനി f0 എന്ന് പറഞ്ഞാൽ എബോവ് ആണ്, അപ്പൊ എത്ര 25 ആണ്. f2 എന്ന് പറഞ്ഞാൽ ബിലോ ദി ക്ലാസ് ആണ്, അപ്പൊ എത്ര 11 ആണ്. അടുത്ത് എന്താണ് c എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് 50 മൈനസ് 40 എന്ന് പറഞ്ഞാൽ എത്ര 10 ആണ്. ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ മോഡ് ഈക്വൽ ടു L പ്ലസ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ
2f1 minus f0 minus f2 into c ആണ്. ഇവിടെ L എന്ന് പറഞ്ഞാൽ എത്രയാണ് 40 ആണ് പ്ലസ് f1 എന്ന് പറഞ്ഞാൽ 45 ആണ് f0 എന്ന് പറഞ്ഞാൽ 25 ആണ് ഡിവൈഡഡ് ബൈ 2 into 45 minus 25 minus 11 into c ആണ് ഈക്വൽ ടു അല്ലെ 40 പ്ലസ് 45 minus 25 പറഞ്ഞാൽ 20 ആണ്. ഇനി 45 into 2 എന്ന് പറഞ്ഞാൽ 90 ആണ് 25 അല്ലെ അതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്രയായി 36 ആയി into 10 ആയി ഈക്വൽ ടു 40 പ്ലസ് 20 by 90 minus 36 എത്രയാണ് 54 ആണ് into 10 ഈക്വൽ ടു 40 പ്ലസ് നമ്മളെ 200 by 54 ആയി. ഇനി 200 by 54 ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര 3.704 ആണ്. ആഡ് ചെയ്താൽ 43.704 ആണ് ഇവിടെ മോഡ് വരുന്നത്. റിലേഷൻഷിപ്പ് എമംഗ് മീൻ മീഡിയൻ ആൻഡ് മോഡ്. അതിലെ ഫസ്റ്റ് വൺ a symmetric distribution mean median and mode are identical that have same value. ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൽ മീനും മീഡിയനും മോഡും എന്തായിരിക്കും ഐഡന്റിക്കൽ എന്ന് ഐഡന്റിക്കൽ ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാം മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡാണ്. ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അകത്ത് അല്ലെ വരുന്നത് എങ്ങനെയാണ് മീനും മീഡിയനും മോഡാണ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വേറൊരു പേരാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയും. അതും എന്താണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ് നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് എന്താണ് മീനും മീഡിയനും മോഡ് എന്താണ് ഈക്വൽ ആണ്. നമുക്ക് പറയാം സിമെട്രിക് അല്ലാത്ത കേസുകളുണ്ട് അല്ലെ സിമെട്രിക് എന്ന് പറഞ്ഞാൽ അസിമെട്രിക് എന്ന് പറഞ്ഞ കേസും ഉണ്ട്. അസിമെട്രിക് കേസ് നോക്കാം. ഇനി അതിന് നമ്മൾ വേറെ പേരാണ് മോഡറേറ്റ്ലി അസിമെട്രിക് എന്ന് പറയാം അല്ലെ ചെറുതായിട്ടൊരു സിമെട്രി നഷ്ടപ്പെട്ടതിനെയാണ് നമ്മൾ പറയാം. ഓക്കെ അതിന് വേറെ പേരാണ് സ്ക്യൂഡ് കർവ് എന്ന് പറയാറുണ്ട്. മീൻ മീഡിയൻ മോഡ് ആർ നോട്ട് ഐഡന്റിക്കൽ. അപ്പൊ എന്താണ് ഒരു അസിമെട്രിക്കലി അല്ലെങ്കിൽ സ്ക്യൂഡ് കർവിനകത്ത് മീനും മീഡിയനും മോഡും എന്നല്ല ഈക്വൽ അല്ല എന്ന് പറയാം. For moderately asymmetric distribution, the value of mean median mode observed by the following empirical relationship. ആയി പറയാൻ പോകുന്ന റിലേഷൻഷിപ്പിന്റെ പേരാണ് empirical relationship. അപ്പൊ empirical relationship എന്ന് പറയുന്നത് എന്താ ഇത് ഇക്വേഷൻ ആണ് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. നമ്മുടെ ഇക്വേഷന്റെ പേരുണ്ട് empirical relationship എന്ന് പറയുന്നത്. അപ്പൊ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഈ ഇക്വേഷൻ എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ സ്ക്യൂഡ് കർവിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ്ലി അസിമെട്രിക് കർവിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ലൈക്ക് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെങ്കിൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അകത്ത് എന്താ മീനും മീഡിയനും എന്തായിരിക്കും ഈ മോഡും ഈക്വൽ ആണ്. ഇത് ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ മോഡറേറ്റ് അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് 24.6 ആൻഡ് മീഡിയൻ 25.1 ഫൈൻഡ് ദി വാല്യൂ ഓഫ് മോഡ് അല്ലെ ഇവിടെ തന്നിട്ടുണ്ട് മോഡറേറ്റ് അസിമെട്രിക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് മീൻ ഈക്വൽ ടു എന്താണ് 24.6 ആണ്. മീഡിയൻ എന്ന് പറയുന്നത് എന്താണ് 25.1 ആണ്. നമുക്കറിയാം മോഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. മോഡ് ഈക്വൽ എന്താണ് 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ 3 മീഡിയൻ എത്രയാണ് 25.1 മൈനസ് മീൻ എത്രയാണ് 24.6 ആണ്. ഈ 3 into 25.1 എന്ന് പറഞ്ഞാൽ 75.3 ആണ്. 2 into 24.6 എന്ന് പറഞ്ഞാൽ 49.21 സബ്ട്രാക്ട് എത്ര 26.1 ആണ് ഇവിടെ മോഡ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ എ മോഡറേറ്റ്ലി അസിമെട്രിക് distribution mean is 15.6 and mode is 16 find the value of median ആണ്. ഇവിടെ തന്നിട്ടുള്ളത് മീൻ തന്നിട്ടുണ്ട് എത്രയാണ് 15.6 ആണ്. മോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 16 ആണ്. ഇവിടെ കണ്ടീഷൻ പറയുന്നത് മോഡറേറ്റ് അസിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് മോഡ് ഈക്വൽ ടു എന്ത് ഇക്വേഷൻ 3 മീഡിയൻ മൈനസ് 2 മീൻ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ മോഡ് എന്താണ് 16 ആണ്. മീഡിയൻ തന്നിട്ടില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ 3 മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ എത്രയാണ് 15.6 ആണ്. അപ്പൊ ഈക്വൽ ടു 3 മീഡിയൻ അല്ലെ 2 into 15.6 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ വരുന്നത് 31.2 ആണ്. ഈ 3 മീഡിയൻ അവിടെ നിർത്തി ബാക്കി 31.2 എന്ത് ചെയ്യാം അങ്ങോട്ട് വേണം. അപ്പൊ 16 പ്ലസ് 31.2 ആയി. അപ്പൊ ആഡ് ചെയ്തായി 47.2 ആയി. അപ്പൊ 3 മീഡിയൻ ഈക്വൽ ടു എന്തായി നമുക്ക് കിട്ടിയത് 47.2 ആണ്. അപ്പൊ മീഡിയൻ ഈക്വൽ ടു എന്തായി 47.2/3 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തിയത് എത്ര 15.73 ആണ് വാല്യൂ വരുന്നത്. തേർഡ് വൺ ഇൻ മോഡറേറ്റ് അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ ഈസ് 41.6 mod is 48.4 find the value of mean.
അല്ലെ? ഇവിടെ അസമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ തന്നതുകൊണ്ട് നമുക്ക് ഐക്ക് എംപിറിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിക്കാം. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് എന്താണ് 41.6 ആണ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 48.4 ആണ്. ഇനി ഇപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ആണ് മോഡ് ഈക്വൽ ടു എന്താണ് 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ 48.4, മീഡിയൻ എന്ന് പറഞ്ഞാൽ 41.6, 2 ഇൻറ്റു മീൻ ആണ് അല്ലെ? അപ്പൊ 48.4 3 ഇൻറ്റു 41.6 ആണ് 124.8, 2 മീൻ ആണ്. ഇനി ഇവിടെ -2 മീൻ അവിടെ നിർത്തുക. ബാക്കി 48.4 മൈനസ് 124.8 സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? 76.4 ആണ്. ഇനി എന്ത് ചെയ്യാം? മീൻ ഈക്വൽ ടു എന്താണ് -76.4 ബൈ -2 ഡിവിഷൻ 38.2 ആണ് മീൻ എന്നത്. മെറിറ്റ്സ് ഓഫ് മോഡ്. ഫസ്റ്റ് വൺ, മോഡ് ഈസ് റെഡിലി കമ്പയറബിൾ ആൻഡ് ഈസിലി കാൽക്കുലേറ്റ് അല്ലെ? സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മോഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് വാല്യൂസ് ആണ് മോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദി ബെസ്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഡാറ്റ അല്ലെ? മോഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ഡാറ്റയാണ്. Third one, it is not all affected by the extreme value. The value of mode can also determined by the graphical. The mode നമുക്ക് എങ്ങനെ ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. It usually can actual value of the important part of the series. The actual value ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാം. The limitation of the mode. And first one, it is not based on all observation. അതൊരു പോരായ്മ കൂടിയാണ്. Second one, it is not capable for further mathematical magnification. Further mathematical treatment വേണ്ടി ഈ മോഡ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാം. മോഡ് ഈസ് അഫക്റ്റഡ് ദി ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഇൻ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ അല്ലെ? ഇത് മോഡ് എന്താണ് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ എന്ന് മോസ്റ്റ് ആയിട്ട് ഇഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഫോർത്ത് വൺ, ചൂസ് ഓഫ് ഗ്രൂപ്പിംഗ് ഹാസ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് വാല്യൂ ഓഫ് മോഡ് അല്ലെ? അപ്പൊ ആ ഗ്രൂപ്പിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ഭയങ്കര ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഫ്രീക്വൻസിന്റെ എണ്ണം കൂടും. അപ്പൊ അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത് അല്ലെ? അപ്പൊ കൂടുതൽ ഫ്രീക്വൻസി വരുന്നതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ആ ഗ്രൂപ്പിനെ കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും മോഡ് വരുന്നത്. അതാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.